രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. പീതാംബരം കരവിരാജിതചക്രശംഖകൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യൽകൃപാതമഹം വന്ദേ വാസുദേവം പരം ഗുരും. കമനീയ കിശോരമുഗ്ധമൂർത്തേ കളവേണുക്കുണിതാദൃതാനനെംദോഃ മമ വാചി വിജൃംഭതാം മുരാരേർമധുരിംണ കണികാപി കാപി കാപി. വന്ദേ നന്ദവ്രജസ്ത്രീണാം പാദരേണുമഭീക്ഷ്ണശാം യാസാം ഹരികഥോൽഗീതം പുനാദിഭുവനത്രയം. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരക വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. വാഗർത്ഥാവിവ സംപൃക്തോ വാഗർത്ഥപ്രതിപത്തയേ ജഗതഃ പിതരൗ വന്ദേ പാർവതീ പരമേശ്വരൗ. ഗുരുഭ്യോ നമഃ. ഗംഗണപതയേ നമഃ. സംസരസ്വത്യൈ നമഃ. വാഗീശാദ്യാസു മനസാ സർവാർത്ഥാനാമുപക്രമേ യം നത്വാ കൃതകൃത്യാസ്യു തം നമാമി ഗജാനനം. ഗംഗണപതയേ നമഃ. കഥാമയീം ഭാഗവതാഭിധാനാം ഹരേ തനും തേ ചരിതൈസ്തുതീയൈഃ യഥാമതി ത്വൽപരിതോഷകാമസ്തൗമി പ്രസീദാച്യുത മാരുതേശ. ശ്രീകൃഷ്ണായ നമഃ. ശ്രീമൽ ഭാഗവതത്തിൽ ദശമസ്കന്ധം ആദ്യം തന്നെ നമുക്ക് കൃഷ്ണാവതാരം കേൾക്കാൻ സാധിച്ചു. ഇതുവരെ പറഞ്ഞ കഥകളെ കൊണ്ടൊക്കെ എന്താ പറഞ്ഞു വന്നത്, അതിൻ്റെയൊക്കെ ഫലമാണ് നവമസ്കന്ധം കൊണ്ട് കാണിക്കണത്. ഉള്ള കഥകളെ കൊണ്ടൊക്കെ കാണിച്ചത്. അവർ ഓരോ തരത്തിലാണ് ഓരോരുത്തരും സ്നേഹിച്ചത് സേവിച്ചത് എന്ന് മാത്രം. പൂർണ്ണമായിട്ട് ഭഗവാനെ സ്നേഹിക്കാൻ കഴിഞ്ഞത് അതാണ്. ഭക്തിയുടെ കാര്യം പറയുമ്പോൾ ശ്രീ ഗുരുവായൂരപ്പൻ ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെ പറയണത് യഥാവ്രജഗോപികാനാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഗോപസ്ത്രീകളെപ്പോലെ എന്നാണ് പറഞ്ഞത്. ലതും മറിഞ്ഞ പരമപ്രേമരൂപാഭക്തി യഥാവ്രജഗോപികാനാം എന്ന് പറഞ്ഞു വെച്ചു. എങ്ങനെയാ പരമപ്രേമരൂപയായ ഭക്തിയാവുക? തൽസുഖസുഖിത്വം എന്ന് പറഞ്ഞു വെച്ചു. അതാണ് ഇനി നമുക്ക് ഈ ദശമം കഥകളിൽ കൂടിയിട്ട് ആദ്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കണത്. എങ്ങനെ ഭഗവാനെ സ്നേഹിക്കണം. ഇതുവരെ എല്ലാവരും ഗുരുവായൂരപ്പനെ സ്നേഹിക്കൂ സേവിക്കൂ എന്ന് പറഞ്ഞില്ലേ? എങ്ങനെ? കേട്ടോളൂ കണ്ടോളൂ എന്നാണ്. എല്ലാവർക്കും ഭഗവാനെ എടുത്ത് ലാളിക്കാൻ വേണ്ടി വസുദേവർ
ദേവകിയുടെ മുമ്പിൽ പ്രത്യക്ഷമായിട്ടുള്ള ഭഗവാൻ ആദ്യം നമ്മൾ കേട്ടു, തമത്ഭുതം ബാലകമംബുജേക്ഷണം ചതുർഭുജം ശംഖഗദാര്യുധായുധം ശ്രീവത്സലക്ഷ്മം ഗളശോഭികൗസ്തുഭം പീതാംബരം സാന്ദ്രപയോദസൗഭഗം. അങ്ങനെയുള്ള അതിമനോഹരമായിട്ടുള്ള ആ രൂപത്തിലാണ് പ്രത്യക്ഷപ്പെട്ടത് എന്നുണ്ടെങ്കിലും ആ ഉടനെ തന്നെ ഭക്തന്മാർക്ക് വേണ്ടിയിട്ടാണ് ഭഗവാൻ രൂപം സ്വീകരിക്കുന്നത്. ഭക്തേച്ഛോപാത്ത രൂപായ നമ്മൾ പറയണ കേട്ടു മുമ്പ്. ഭക്തന്മാരെങ്ങനെ വിചാരിക്കണം? അവരുടെ സ്നേഹം ആസ്വദിക്കാൻ മാത്രം പാകത്തിനൊരു രൂപം ഭഗവാൻ എടുക്കണം. അതിനു വേണ്ടിയുള്ള ടിക്കറ്റ് എടുത്തു വെച്ചവരാണ് കൃഷ്ണാവതാരത്തിലെ എല്ലാ ഭക്തന്മാരും. അപ്പോൾ അതിന് പാകത്തിനാണ് ഭഗവാന്റെ ലീലകൾ. ബാക്കി എല്ലാ അവതാരത്തിലും സജ്ജനങ്ങൾ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, ബാക്കി എല്ലാ അവതാരത്തിലും ശാപം മേടിച്ചവർക്കൊക്കെ ശാപമോക്ഷം കൊടുത്തു ഗുരുവായൂരപ്പൻ. വരം മേടിച്ച് കാത്തിരിക്കണവർക്കൊക്കെ ആവകാനുഗ്രഹങ്ങളും കൊടുത്തു. അതാണ്. അപ്പോൾ അതാണ് കൃഷ്ണാവതാരത്തിൻ്റെ ആ മേന്മ. ഒരു അവതാരം പോലെ. അതാണ് കൃഷ്ണസ്തു ഭഗവാൻ സ്വയം എന്ന് പറയാനും കാരണം. പ്രയച്ഛതോ മൃത്യുമുതാമൃതം ച മായാമനുഷ്യസ്യ വദസ്വ വിദ്വൻ എന്നാണ് പരീക്ഷത്തിൻ്റെ ചോദ്യം. ഒക്കെ അനുഗ്രഹേ ഭഗവാൻ ചെയ്തിട്ടുള്ളൂ എന്നാണ്. രണ്ട് തരത്തിലാണ് അനുഗ്രഹം, മൃത്യുവായിട്ടും അമൃതമായിട്ടും. ചിലവർക്ക് തോന്നും ഇയാൾക്ക് മൃത്യു കൊടുക്കുക ഭേദം തോന്നും, അവരെ നിഗ്രഹിച്ച് മൃത്യു കൊടുക്കും. അല്ലാത്തവർക്കോ അമൃത് കൊടുക്കും. ഇങ്ങനെ രണ്ട് തരത്തിലാണ് ഭഗവാന്റെ അനുഗ്രഹം. അങ്ങനെയുള്ള ഭഗവാന്റെ കഥ വിസ്തരിച്ച് പറഞ്ഞു തരണേ എന്നാണ് പരീക്ഷിത്ത് മഹാരാജാവ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കഥകൾ തൻ്റെ ഭക്തന്മാർക്ക് ഇഷ്ടം പോലെ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ. നോക്കൂ ഭഗവാന്റെ ആ കാരുണ്യം. ആ ഭക്തൻ്റെ അമ്മ ദേവകീദേവി പറഞ്ഞതിനനുസരിച്ച്, ഉണ്ണി എനിക്ക് കംസനെ പേടിയുണ്ടേ, എപ്പോഴാ വാള് കൊടുത്ത് വരിക നിശ്ചയമില്ല എന്ന് പറഞ്ഞപ്പോൾ ഭഗവാൻ എന്താ പറഞ്ഞ്, എനിക്കും പേടിയുണ്ട്. അപ്പോൾ ഒരു കാര്യം ചെയ്തോളൂ, ഞാൻ ഇപ്പം ചെറിയ ഉണ്ണിയല്ലേ, വലുതായാലല്ലേ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ, എന്നെ അമ്പാടി കൊണ്ടുപോയി കിടത്തിക്കോളൂ. ഈ രൂപത്തിലല്ല, ഞാൻ ചെറിയ ഉണ്ണിയായിട്ട് ഇവിടെ കിടക്കാം, അങ്ങനെയുള്ള എന്നെ എടുത്ത് അമ്പാടി കൊണ്ടുപോയി കിടത്തിക്കോളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഭഗവാൻ ചെറിയ ഉണ്ണിയായി കിടന്നത്. വസുദേവരോ ആ ഭഗവാൻ ദേവകീദേവി മറന്നില്ല, വേഗം എടുത്ത് മടിയിൽ വെച്ച് നല്ലോണം അങ്ങനെ മുലോ എടുത്തു ആദ്യമായിട്ട്. വസുദേവരങ്ങനെ കാത്തു നിന്നു ആ 2 നിമിഷം. അത് കഴിഞ്ഞ് ആ ഉണ്ണിയെ മേടിച്ച് പുറത്തേക്ക് ഇറങ്ങി. ഭയങ്കര മഴ കണ്ടപ്പോഴാണ് ആലോചിക്കണത്, താൻ ഒരിക്കലും അധൈര്യപ്പെടേണ്ട ആവശ്യമില്ല, താൻ ഇപ്പം എങ്ങനെയാണ് പുറത്ത് കടന്നത്, ഉണ്ണിയെ എടുത്തത്, അപ്പോഴാണ് ആലോചിക്കണത്. ഇതാണ് ഭക്തന്മാർക്ക് ഭഗവാൻ ചെയ്തു കൊടുക്കണ അനുഗ്രഹം. നമ്മൾ അപ്പോഴൊന്നും അറിയേയില്ല. പിന്നെയൊന്ന് പിന്നാക്കം തിരിഞ്ഞു നോക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക, ഇങ്ങനെയുള്ള വിഷമങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ലേ, ഞാനതൊന്നും അന്ന് അറിഞ്ഞേ ഇല്ലല്ലോ എന്ന് ഭക്തന്മാരൊരു പക്ഷേ അറിയണത് കുറേ കഴിഞ്ഞിട്ടാവും ആലോചിക്കുമ്പോൾ. അതാണ് ഭഗവാന്റെ അനുഗ്രഹത്തിൻ്റെ ആ മാധുര്യം. പ്രത്യേകിച്ചും ബാലലീലകൾ. അതുകൊണ്ടാണ് വില്ലുമംഗലം സ്വാമിയാരൊക്കെ പറയണത്, ഞാൻ വൃന്ദാവനത്തിൽ തന്നെ ഇരിക്കാനാണ് പോണത്, ഇനി ഞാൻ ഇവിടുന്ന് എങ്ങോട്ടും വേറെ എങ്ങോട്ടും ഭഗവാന്റെ ബാക്കിയുള്ള ലീലകളൊന്നും വയം യശോദാ ശിശു ബാലലീലാ കഥാസുധാ സിന്ധുഷു ലീലയാമ. അങ്ങനെയുള്ള ഭഗവാന്റെ ആ ബാലലീലകൾ എനിക്ക് വിസ്തരിച്ച് പറഞ്ഞു തരണേ എന്ന്. അല്ലെങ്കിൽ ആ ബാലലീലകൾ മുങ്ങിപ്പൊങ്ങി ഞാൻ ഇവിടെ തന്നെ താമസിക്കാനാണ് പോണത് വൃന്ദാവനത്തിൽ, അമ്പാടിയിൽ വൃന്ദാവനത്തിൽ. മധുരയിലേക്കില്ല, ഇനി ഭഗവാൻ മധുരയിലേക്ക് പോയാലും ഞാൻ മധുരയിലേക്കില്ല എന്ന് വില്ലുമംഗല സ്വാമിയാർ. അത്ര നമുക്ക് തന്നെ അറിയാം ഭഗവാന്റെ വൃന്ദാവന ലീലകളുടെ മാധുര്യം മധുരാലീലകൾക്കും ദ്വാരകാലീലകൾക്കും ഉണ്ടോ? പറയാൻ പറ്റില്ല. ഭഗവാന്റെ ലീലകളാണ്, അത് നമ്മൾ ഉള്ളിൽ വെച്ചാൽ മതി. അത് പറയാൻ ധൈര്യമില്ല സത്യം പറഞ്ഞാൽ. വൃന്ദാവന ലീലകൾക്കാണ് മാധുര്യം എന്നുള്ളത് പറയാണ്ട് പറ്റില്ല. അത്ര രസം. ഭാഗവതം രസം എന്ന് പറയുന്നത് വെറുതെ അല്ല, ഭഗവാന്റെ ആ ലീലകളുടെ രസം. അത് പാകത്തിനാണ്. അവിടെ
ഈ പെൺകുട്ടിയെ എടുത്ത് വസുദേവർ അങ്ങോട്ട് ദേവകിക്ക് കൊണ്ട് ഒക്കെ അത്ഭുതമായിട്ടാണല്ലോ, തമത്ഭുതം ബാലകം എന്ന് പറഞ്ഞ മാതിരി ഇവിടെ ഉണ്ണിയെ എടുത്ത് വന്നപ്പോൾ ഇവിടെ അത്ഭുതം. ഓരോരുത്തർ നിന്നുറങ്ങണു, നക്ഷത്രം നോക്കാൻ നിൽക്കണവർ, പ്രസവം നോക്കാൻ നിൽക്കണവർ എല്ലാവരും ഉറങ്ങുക. യശോദാദേവി പ്രസവിച്ച് കിടന്നുറങ്ങണു. അപ്പം നല്ല പാകായി. ആ ഉണ്ണിയെ അവിടെ കിടത്തി. അത്യന്ത ബാലമതസി കുസുമപ്രകാശം. ആ ഉണ്ണിയെ നമുക്കൊന്ന് നല്ലോണം കാണണ്ടേ, എന്തൊരു ഭംഗിയാ. ആ ഉണ്ണിയെ നല്ലോണം ആ യശോദാദേവിയോട് ചേർത്ത് അങ്ങനെ കിടത്തി. ആ പെൺകിടാവിനെ എടുത്ത് നല്ലോണം ഒന്ന് തൻ്റെ ഓമനപുത്രനെ നോക്കി ആ ഉണ്ണിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടാവില്ലേ വസുദേവർ പോകുന്നുണ്ടാവുക. ഇവിടെ വന്ന് ആ യമുന വഴിമാറിക്കൊടുത്ത കഥയൊക്കെ പ്രസിദ്ധമാണല്ലോ. അങ്ങനെ അത്ഭുത രംഗങ്ങളാണ് ഇനി കൃഷ്ണാവതാരത്തിൽ മുഴുവൻ. അതെന്താ അങ്ങനെ വന്നത്? അങ്ങനെ പാടുമോ അങ്ങനെ നടക്കുമോ എന്നൊന്നും നമുക്ക് ചോദിക്കേണ്ട ആവശ്യമില്ല. അവിടെ യുക്തിയില്ല. ഇത് കൃഷ്ണാവതാരമാണ് എന്ന് ഭാഗവതം. അവിടെ പിന്നെ ആ പെൺകിടാവിനെ എടുത്ത് ദേവകീ ദേവിയുടെ കയ്യിൽ കൊണ്ട് കൊടുത്തപ്പോഴോ ഒക്കെ പഴയ പോലെയായി. കംസൻ ഒക്കെ വെച്ചു പോയ പോലെയായി. ആ കുട്ടിക്ക് പെൺകിടാവിന് പാല് കൊടുത്തും കൊണ്ട് ദേവകീ ദേവി ഇരിക്കണു. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ കുട്ടി നിലവിളിക്കാൻ തുടങ്ങി എന്നാണ് കഥ. അമ്മ മാറിയത് അറിഞ്ഞോ നിശ്ചയമില്ല. നിലവിളിക്കാൻ തുടങ്ങിയപ്പോൾ കംസഭൃത്യന്മാർ ഉണർന്ന് കംസനോട് ചെന്ന് പറഞ്ഞ് കംസൻ വന്ന് ഒരവജ്ഞ ആ കുട്ടിയെ കാല് പിടിച്ച് വലിച്ചെടുത്തു എന്നാണ് കഥ. ഈ എവിടെയാ ഓരോരുത്തർക്ക് കുറച്ച് ഭാഗ്യം കിട്ടുക നിശ്ചയില്ല. അങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയതാ കംസന്. കാല് പിടിച്ച് വലിച്ചെടുക്കാനാണ് തോന്നിയത്. ഭഗവതിയുടെ ദേവിയുടെ അറിയാണ്ടെയാണെങ്കിലും പാദല്ലേ പിടിച്ചത്. അതാണ് ദേവി നോക്കിയത്. അരേ ദുരാചാര നൃശംസകംസത്തെ, ആ നിന്നെ ഞാൻ കൊല്ലണില്ല. എന്താ കാരണം? നീ എൻ്റെ കാലാ പിടിച്ചത്. പിന്നെ എൻ്റെ ഏട്ടൻ തയ്യാറായി നിൽക്കണു നിനക്ക് വേണ്ടത് തരാൻ. അപ്പോൾ ഏതായാലും സജ്ജനങ്ങളെ ഉപദ്രവിക്കരുത് കേട്ടോ. കഴിവുണ്ടെങ്കിൽ ആ തൻ്റെ ശത്രുവിനെ തിരഞ്ഞ് കണ്ടുപിടിച്ചോളൂ എന്ന് പറഞ്ഞ് കാരുണ്യമൂർത്തിയായിട്ടുള്ള ദേവി തൻ്റെ അതിമനോഹരമായിട്ടുള്ള രൂപം കംസനങ്ങനെ കാണിച്ചു കൊടുത്തു. എന്നിട്ടാണ് അന്തർധാനം ചെയ്തത് എന്ന് പറയുകയാണ്. കംസനോ ഒട്ടും താമസിക്കാണ്ട് ദേവകി വസുദേവന്മാരെ ജയിലിൽ നിന്ന് പുറത്ത് ആ മധുരയിൽ സഞ്ചരിക്കാറാക്കി അവരുടെ ഗൃഹത്തിലേക്ക് കൊട്ടാരത്തിലേക്ക് അവരെ പറഞ്ഞയച്ച് പിന്നെ സംസ്ഥാപരാധമൊക്കെ പറഞ്ഞ് പ്രഭാതത്തിൽ 3 മണിയാവുമ്പോഴേക്കും മന്ത്രിസഭ വിളിച്ചുകൂട്ടി തീരുമാനിച്ചു, ദേവി ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞിരിക്കണത്, അതുകൊണ്ട് വിഷ്ണു ജനിച്ചിട്ടുണ്ട് എന്നാണ്. എല്ലാ ദിക്കിലും തെരഞ്ഞു കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കും? അതിനൊക്കെ വഴിയൊക്കെ കണ്ടുപിടിച്ചു അവർ. എന്താ അത്? എവിടെയോ ഏട്ടൻ ജനിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ മഹാവിഷ്ണുവിൻ്റെ അവതാരം കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അടുത്ത എവിടെയാണ് ജനിച്ചിരിക്കുന്നത്, അടുത്ത ദിവസങ്ങളിലാണ് എന്ന് തോന്നും. അപ്പോൾ ഒരു 15 ദിവസത്തിൻ്റെ ഉള്ളിൽ ഉണ്ടായതായ കുട്ടികളെയൊക്കെ കൊല്ലുക എന്ന് തീരുമാനിച്ചു. വല്ലവരുടെ കുട്ടികളും അല്ലേ, കൊന്നാപ്പം എന്താ തരക്കട? ആലോചിച്ച് നോക്കൂ. ഒരു രാജ്യം ഭരിക്കണ പിന്നെ ആളാണ് പറയണത്. രാജാവ് കംസനാണല്ലോ അന്നത്തെ രാജാവ്. കംസൻ്റെ തീരുമാനമാണത്. ഇതൊക്കെ എല്ലാ കാലത്തും ഉണ്ട് എന്തായാലും. അപ്പം എവിടെയാ പിന്നെ ആശ്വാസം? സജ്ജനങ്ങൾ ഭഗവാനെ പ്രാർത്ഥിക്കണതോട് കൂടിയിട്ട് ആ ആശ്വാസം ക്രമേണ വന്നോളും എന്നാണ് കഥ. എല്ലാ ചരിത്രകഥകളിലൊക്കെ അങ്ങനെ തന്നെയാണ് നമുക്ക് കാണിച്ചു തരണത്. ഏതായാലും അപ്പം ആരാ പുറപ്പെട്ടത്? ഓരോരുത്തരെ ഓരോ ജോലി ഏൽപ്പിച്ചു. ആ സജ്ജനങ്ങളെ ഉപദ്രവിക്കാൻ, നല്ല നല്ല കർമ്മങ്ങൾ ചെയ്യുമ്പോൾ മഹർഷിമാരെ അവരെ ഉപദ്രവിക്കാൻ, നശിപ്പിക്കാൻ, ഇങ്ങനെ തൻ്റെ ഭൃത്യന്മാരെ പ്രലംബകചാണൂര തൃണാവർത്ത മഹാശനേ, ഇഷ്ടം പോലെ ദുഷ്ടന്മാരാണ് കംസന് കൂട്ടുകാരായിട്ട്. അവരെയൊക്കെ ഓരോ ജോലികളെ ഏൽപ്പിച്ചപ്പോൾ പൂതന സ്വയം തീരുമാനം എടുത്തു. എന്ത്? ഞാനായിക്കൊള്ളാം കുട്ടികളെ കൊല്ലണ കഥ. പൂതന ലോകബാലഘ്നി രാക്ഷസി രുധിരാശന എന്നൊക്കെയാണ്. അതിനു വേണ്ട എല്ലാ ക്രെഡിറ്റും ഞാൻ നേടിയിട്ടുണ്ട് എന്നാണ്. ഇതൊക്കെ എൻ്റെ വിശേഷണങ്ങളാണ്. നല്ല ചെറിയ കുട്ടികളെ കൊന്ന ആ രക്തം കുടിച്ചാൽ എനിക്ക് മതിയാവുക അങ്ങനെ ഇല്ല. അതുകൊണ്ട് എന്നെ ഏൽപ്പിച്ചാൽ, പിന്നെ പ്രത്യേകിച്ച് സ്ത്രീകൾ പ്രസവിച്ച് കിടക്കണയിടത്ത് ചെന്ന് ആ കുട്ടികളെ കൊല്ലാൻ എനിക്ക് വളരെ എളുപ്പമാണ്. എന്നെ ഏൽപ്പിച്ചാൽ മതി. കൃഷ്ണവിലാസത്തിൽ പറയുന്നുണ്ട്,
എന്താ കാമചാരിണി, കാമരൂപിണി എന്നൊക്കെയാണ്. രൂപം മാറ്റിയിട്ടൊക്കെ സഞ്ചരിക്കാം അവർക്ക്. അതുകൊണ്ട് പൂതന ആകാശത്തിൽ കൂടി ഇനി എവിടെയാണ് ഇറങ്ങേണ്ടത്, ഏത് ഗൃഹത്തിൽ? മധുരയിലുള്ള കുട്ടികളെയൊക്കെ കൊന്നു. അപ്പോൾ പുഴ ഇക്കരെ കടന്ന് ഇവിടെയുള്ള ഗ്രഹങ്ങളിലുള്ള കുട്ടികളെ കൊല്ലാൻ വേണ്ടി ആകാശത്തിൽ കൂടി പോകുമ്പോൾ നന്ദഗൃഹത്തിൻ്റെ മുകളിലെത്തിയപ്പോൾ തോന്നിയെന്നാണ് എന്ത്, ഇവിടെ വന്നാൽ മതിയെന്ന്. അവിടെ നിൽക്കട്ടെ പൂതന, നമുക്ക് ഉണ്ണിക്കണ്ണനെ ഒന്ന് കാണണ്ടേ, എന്താ ഇവിടെ ആ നന്ദനന്ദനൻ ഉണ്ടായതായിട്ടുള്ള ഉത്സാഹമല്ല ഉത്സവമാണ് അവിടെ. എന്താ, നന്ദസ്ത്വാത്മജ ഉൽപ്പന്നെ ജാതാഹ്ലാദോ മഹാമനാഹ ആഹൂയ വിപ്രാൻ വേദജ്ഞാൻ സ്നാതശുചിരലങ്കൃത. കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെത്താൻ ഉണർന്നു യശോദമ്മ. തൻ്റെ പ്രസവം കഴിഞ്ഞു, ഉണ്ണി അടുത്ത് കിടക്കണു. അപ്പോഴേക്ക് ഗോപസ്ത്രീകളൊക്കെ ഉണർന്നു, വിവരങ്ങളൊക്കെ എല്ലാവരെയും അറിയിച്ചു. യശോദ പ്രസവിക്കില്ല എന്ന് വിചാരിച്ചതാണ്. കൃഷ്ണഗാഥയിൽ എത്ര ഗംഭീരമായിട്ടാണ് ഈ വക രംഗങ്ങളൊക്കെ വിസ്തരിക്കണത്. പണ്ടൊക്കെ ചിങ്ങമാസത്തിൽ കൃഷ്ണഗാഥ വായിക്കുക, ഇപ്പോൾ കർക്കിടക മാസത്തിൽ രാമായണം വായിക്കുക എന്ന് പറയണ മാതിരി പണ്ട് ചിങ്ങമാസത്തിൽ കൃഷ്ണഗാഥ വായിക്കുക എന്നൊരു നിയമം ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ അത് കുറഞ്ഞു. വളരെ വിസ്തരിച്ചാണ് ചെറുശ്ശേരിയിൽ പറഞ്ഞിരിക്കുന്നത്. ചില ജ്യോത്സ്യന്മാർ വിസ്തരിക്കാൻ തുടങ്ങിയാൽ നേരപ്പം പോവും, അരമണിക്കൂറും പോയി. അപ്പോൾ ചില ജ്യോത്സ്യന്മാർ പറയൂത്രേ, എന്താ യശോദമ്മ പ്രസവിച്ച പെൺകുട്ടിയാണ് ഉണ്ടാവുക എന്ന് പറയൂത്രേ. അങ്ങനെയാണല്ലോ ഈ അച്ഛനമ്മമാർക്ക് ഇതറിയാനൊരു വലിയ തിരക്കാണല്ലോ. പ്രത്യേകിച്ച് യശോദയ്ക്ക് കുട്ടി ഉണ്ടാവില്ല, ഇനി യശോദമ്മ പ്രസവിക്കില്ല എന്ന് വിചാരിച്ചു. കാരണം പ്രായം കൂടി, എന്താ ചെയ്യുക, അങ്ങനെ ഇവർക്ക് യോഗം. അപ്പോഴാണ് യശോദമ്മ ഗർഭിണിയായിരിക്കണു. അപ്പം അതിൻ്റെ രാജകുമാരൻ ഉണ്ടാവാൻ പോണു, നന്ദരാജൻ ഉണ്ണി ഉണ്ടാവാൻ പോണു. എത്ര സന്തോഷം. അപ്പോൾ ചില ജ്യോത്സ്യർ പറയും ഉണ്ണി ഉണ്ടാവും പ്രസവിച്ച എന്ന് പറയും. ചില ജ്യോത്സ്യർ പറയും അല്ല, പെൺകുട്ടിയാണ് ഉണ്ടാവുക. ഉണ്ണിയാണ് അല്ല പെൺകുട്ടിയാണ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇനി എൻ്റെ ഈ കൗടിസഞ്ചി എടുക്കില്ല എന്നൊക്കെ പറയും ചിലവർ. അങ്ങനെ വളരെ രസമാണ്. ഉണ്ണി ഉണ്ടായപ്പോഴോ ഇതാ ആദ്യത്തെ കഥകളൊന്നും അവരറിയണില്ലല്ലോ. ഉണ്ണി ഉണ്ടായി, അതാണ് ഉണ്ണിയുണ്ടായി ഞാൻ എന്നും പാടി എല്ലാവരും കാത്തു നിൽക്കുക പുറത്ത്. നക്ഷത്രം പ്രസവിച്ചു എന്ന് പറഞ്ഞിട്ട് വേണം നക്ഷത്രം നോക്കാൻ, സമയം അറിയാൻ. അങ്ങനെ കാത്തു നിന്ന് ചിലർ കൊമ്പ് വിളിക്കണോ, കുഴൽ വിളിക്കണോ, പെരുമ്പറ കൊട്ടണോ, ശംഖ് വിളിക്കണോ, ഒന്നും പറയണ്ട. നന്ദഗോപർക്ക് ഉണ്ണി ഉണ്ടായി എന്ന് ഗോപന്മാർ, യശോദമ്മയ്ക്ക് ഉണ്ണി ഉണ്ടായി എന്ന് ഗോപസ്ത്രീകൾ. അങ്ങനെ അവിടെ ഉത്സവ. അപ്പോഴേക്കിതാ ഇഷ്ടം പോലെ നന്ദഗോപര് ഉണ്ണിയെ കാണാൻ വന്നു. വേഗം ഉണ്ണിയെ കാണിച്ചു കൊടുത്തു. ആ സ്ത്രീക്ക് ധാരാളം സമ്മാനങ്ങളൊക്കെ കൊടുത്ത് കുളിച്ച് വന്ന് ആ ജാതകർമ്മം ചെയ്തു. പിന്നെ ഓരോരുത്തരെ ബ്രാഹ്മണരെയൊക്കെ വിളിച്ച് ധാരാളം ദാനങ്ങൾ ചെയ്യുക. ആ രംഗങ്ങളൊക്കെ വർണ്ണിക്കാൻ പോയാൽ ഒന്നും പറയലില്ല, അതൊക്കെ വർണ്ണിക്കലേ ഉണ്ടാവുള്ളൂ. അത്ര രസമായിട്ടാണ് ദശമസ്കന്ധത്തിൽ ഭഗവാന്റെ കഥകൾ പറഞ്ഞിരിക്കുന്നത്. പശുക്കളെ ദാനം ചെയ്യുക, ധാന്യങ്ങൾ ധാരാളം, നവധാന്യങ്ങൾ കുന്നുകൂട്ടി സ്വർണ്ണനാണയം കൊണ്ടും രത്നങ്ങളെ കൊണ്ടും പൊതിഞ്ഞ് അത് ദാനം ചെയ്യുക. അപ്പോഴേക്ക് പാട്ടുകാർ വന്ന് അപ്പോൾ അവിടുത്തെ ഓരോ രംഗങ്ങൾ കാണില്ലേ, അത് പറഞ്ഞ കാര്യം മനസ്സിലാവും. ഉത്സവകാലത്ത് ഗുരുവായൂർ പോയാൽ, ഏകാദശിയുടെ സമയത്ത് ഗുരുവായൂർ പോയാൽ, എപ്പോൾ ഗുരുവായൂർ പോയാലും അന്നത്തെ ഉത്സവം ഇന്നും നടന്നുകൊണ്ടിരിക്കണു അവിടെ. അത് പറഞ്ഞാൽ ചുരുക്കമായി. അപ്പോൾ ഇങ്ങനെയാണ്, എന്താ ആനന്ദം. ഗോപന്മാർ തലയെ കെട്ടും, അങ്ങനെയാണല്ലോ അവരുടെ വേഷം. അവർ വരിക, ഉണ്ണിയെ കാണുക, പലതും സമർപ്പിക്കുക. അവരവരുടെ കഴിവിനനുസരിച്ച് ചിലവർ രത്നങ്ങൾ, സ്വർണ്ണങ്ങൾ, ചിലർ പാലും മോരും അതൊക്കെയാണ്. അപ്പോൾ വലിയ തോണിയിലൊക്കെയാണ് കൊണ്ടുവന്ന് നിറയ്ക്കണത്. എല്ലാവരും കൊണ്ടുവന്ന് അത് എവിടെ സൂക്ഷിക്കും. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ പാത്രം നിറഞ്ഞ് ഒഴുകാൻ തുടങ്ങി താഴത്തേക്ക്, പുഴ പോലെ അങ്ങട് യമുനയിലേക്ക്. അപ്പം കുറച്ച് കഴിഞ്ഞപ്പോൾ അതിന് ഒഴിക്കാനുള്ള വഴി കണ്ടു എന്നാണ്. എല്ലാവരും പാലും തൈരൊക്കെ കൊണ്ടുവന്നിട്ട് ഇതങ്ങോട്ട് എടുത്തു വയ്ക്കൂ, ഞാൻ ഉണ്ണിയെ കണ്ടു വരട്ടെ എന്ന് പറഞ്ഞ് ഇത് ഒഴിച്ച് പാത്രം അങ്ങോട്ട് തന്നാൽ മതി എന്ന് പറഞ്ഞ് പാത്രം അങ്ങോട്ട് കൊടുത്തുണ്ടല്ലോ, അവരുടെ തലയിലേക്ക് അങ്ങോട്ട് ഒഴിക്കുന്നതാണ്. എന്താ അത്, വെക്കാൻ പാത്രം ഇല്ലാണ്ടായി. ഇതൊക്കെ കുറച്ച് അധികമല്ലേ? ശ്രീ ശുഖബ്രഹ്മർഷി പറയുക അധികമല്ല, കുറവാ പറയണത്. എന്താ കാരണം? ഹരേർനിവാസാത്മഗുണൈരമാക്രീഡമഭൂനൃപ. ഭഗവാൻ അമ്പാടിയിലേക്ക് വന്നപ്പോൾ മഹാലക്ഷ്മി വന്നു എന്നാണ്. പിന്നെ അവിടെ ഐശ്വര്യം തുള്ളി തുളുമ്പാണ്ടിരിക്കുമോ?
അങ്ങനെ എന്തൊക്കെ ഗോപസ്ത്രീകളുടെ ഒരു വരവുണ്ട് ഉണ്ണിയെ കാണാൻ. എന്താ ഒരു കഥ! അവരാ 2 മണി 3 മണി സമയത്ത് ഇപ്പം എങ്ങനെയാണോ എല്ലാവരും ഗുരുവായൂർ ചെന്നാൽ 1 മണി കഴിയുമ്പോഴേക്ക് എണീറ്റ് കുളിക്കാനും പുറപ്പെടാനും തുടങ്ങിയാലേ നിർമാല്യം തൊഴാൻ പറ്റുള്ളൂ. അതുപോലെയാണ് അന്ന് ഗോപസ്ത്രീകൾ ഭഗവാനെ കാണാൻ പുറപ്പെട്ടു പോയിരിക്കുന്നത്. കയ്യിൽ രത്നങ്ങളും നാളികേരം മുതലായ മംഗളവസ്തുക്കൾ, പാല്, തൈര് ഒക്കെ എടുത്തുകൊണ്ടാണ് അവർ നല്ല രത്നാഭരണങ്ങൾ കണിഞ്ഞ് ഈ അർദ്ധരാത്രിക്ക് രത്നാഭരണങ്ങളൊക്കെ അണിഞ്ഞ് നന്ദരാജൻ്റെ ഉണ്ണിയെ കാണാൻ പോവുക. കേമായിട്ട് പോണ്ടേ? ഒരു ഭക്തൻ പറയുകയാണ് ആ സമയത്ത്, നല്ലോണം ഒരുങ്ങിക്കോളൂ, ഇപ്പോഴേ നിങ്ങൾക്ക് ഒരുങ്ങാൻ പറ്റുള്ളൂ, ഇനി ഇതൊന്നും നടക്കില്ല എന്ന്. എന്താ കാരണം? മനക്ഷിപ്തം പുനർഹർത്തു മനീഷ. ഇനി അവിടെ ചെന്നാൽ കഴിഞ്ഞു കഥ എന്നാണ്. ആ ഉണ്ണിയെ അങ്ങോട്ട് കാണുന്നതോട് കൂടിയിട്ട് അവരുടെ ഏറ്റവും വിലപ്പെട്ടത് അവരങ്ങോട്ട് സമർപ്പിക്കാനാണ് പോണത്. കയ്യിലുള്ള സാധനങ്ങളൊക്കെ വേറെ, ഇതറിഞ്ഞില്ല, ഇതവർ അറിയാണ്ട് സമർപ്പിച്ചു പോയി. കായേന വാച മനസേന്ദ്രിയൈർവാ, ഭാഗവതത്തിൽ പറയണില്ലേ, ഇതൊന്നുമല്ല, അവരവരെ തന്നെ ആദ്യം തന്നെ അങ്ങോട്ട് സമർപ്പിക്കാൻ സാധിച്ചു. അങ്ങനെയുള്ള ദശമം കഥകൾ തന്നെയാണ് നമ്മൾ കേൾക്കേണ്ടത്, ഉത്തമമായിട്ടുള്ളത് എന്ന് പറയാൻ കാരണം അതാണ്. ഇങ്ങനെ ദിവസങ്ങൾ പോണത് അറിയണില്ല എന്നാണ്. നേരം വിളിച്ചാൽ വേഗം ജോലികളൊക്കെ തീർത്ത് ഗോപസ്ത്രീകൾ വന്ന് യശോദയുടെ അടുത്തിരിക്കും ഉണ്ണിയെ നോക്കിക്കൊണ്ട്. എന്തൊരു ഭംഗിയാ യശോദേ നിൻ്റെ ഉണ്ണിയെ കാണാൻ, ഇടയ്ക്കിടയ്ക്ക് പറയുന്നതാണ്. യശോദ വിചാരിക്കും, ഈശ്വരാ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന ഇവരുടെ കണ്ണ് തട്ടൂലോ ഉണ്ണിക്ക് എന്ന് യശോദ വിചാരിക്കാണ്ടിരിക്കുമോ. അപ്പോൾ വേറൊരു പുതിയൊരാൾ ഉണ്ണിയെ കാണാൻ വന്നു എന്നാണ് കഥ. എപ്പോഴാത്? നന്ദഗോപുരം വിചാരിച്ചു കംസനെ കണ്ട് കപ്പം കൊടുത്തിട്ട് കാലം കുറച്ചായി, ആ പരമദുഷ്ടന് കപ്പൊന്നും ഇനി കൊടുക്കണ്ട. ആർക്ക് വേണ്ടിയിട്ടാണ് കപ്പം കൊടുക്കണത്? ഒരു സന്താനമില്ല. ഇതാണ് നന്ദഗോപുരം വിചാരിച്ചത്. ഇപ്പം ഉണ്ണി ഉണ്ടായി, ഇനി കപ്പം കൊടുക്കാൻ ഞാൻ ഉണ്ണിക്കല്ലേ ദോഷം ഉണ്ടാവുക. കപ്പം കൊടുക്കാൻ കുറച്ച് ഗോപന്മാരോടുകൂടി അവിടെ ചെന്ന് കപ്പം കൊടുത്ത് വസുദേവരെ കണ്ട്. അപ്പോൾ വസുദേവർ വർത്തമാനം കുശലം വേഗം വേഗമൊക്കെ ചോദിച്ചു, ഉണ്ണികൾക്ക് സുഖമല്ലേ? അപ്പോഴേക്കും എന്തും കൂടിയും നമ്മൾ കാണണം. മധുരയിൽ പലവരും കംസനെ പേടിച്ച് പിന്നെ നാട് വിട്ട് പോയ കൂട്ടത്തിൽ വസുദേവരുടെ മറ്റൊരു ഭാര്യ രോഹിണി മധുര വിട്ട് വന്ന അഭയം പ്രാപിച്ചത് നന്ദഗൃഹത്തിലാണ്. അപ്പോൾ രോഹിണി ഇവിടെ വരുമ്പോൾ ഗർഭിണിയാണ്. അതുകൊണ്ട് അപ്പം രോഹിണി വന്നിട്ടാണ് യശോദാദേവി ഗർഭിണിയായത് എന്നാണ് പറയണത്. അപ്പം എന്തായി? കുറച്ചും കൂടി ഒരു സ്നേഹ ബഹുമാനങ്ങളോട് രോഹിണിയോട് അധികം തോന്നാൻ തുടങ്ങി. എന്തോ രോഹിണിക്കൊരു പ്രത്യേക ഒരു ഐശ്വര്യമുണ്ട്, ഒരു ശ്രീത്വമുണ്ട്, ഒരു കുരുത്തുണ്ട് എന്നൊക്കെ തോന്നാൻ തുടങ്ങി. എന്താ അത്? ഇത്രയും കാലം ഉണ്ണിയില്ലാത്ത നമുക്ക് ഉണ്ണി ഉണ്ടായത് ഈ രോഹിണി വന്നപ്പോഴല്ലേ എന്നും കൂടി ഒരധികം രോഹിണിയെക്കുറിച്ച് ഒരു ബഹുമാനം. അങ്ങനെയുള്ള അവിടെ അപ്പം 2 ഉണ്ണികളായി അവിടെ. അതാണ് വസുദേവർ ചോദിച്ചത്. അങ്ങനെ വാസ്തവം പ്രത്യക്ഷമാക്കാതെ അങ്ങോട്ട് ലോക്യം ചോദിച്ചു. അവിടെ കുട്ടികൾ സുഖമായിട്ട് ഇരിക്കണില്ലേ? ഉണ്ണിക്ക് വിശേഷമൊന്നുമില്ലല്ലോ, രോഹിണി പ്രസവിച്ച് അക്ഷയ തൃതീയക്കാണല്ലോ ഉണ്ണി ഉണ്ടായിരിക്കണു. പിന്നെ പറഞ്ഞു, വേഗം അങ്ങോട്ട് പോവുക, നല്ല എന്തൊക്കെയോ ചീത്ത ചില ശകുനങ്ങൾ ദുർനിമിത്തങ്ങൾ കാണുന്നു, വേഗം പൊക്കോളൂ എന്ന് പറഞ്ഞ് യാത്രയാക്കി. എന്താ കാരണം? പൂതന പുഴ കടന്നു, ഇനി ഇങ്ങടാ വരണത് ഈ ഭാഗത്തേക്കാണ് എന്ന് വസുദേവർക്ക് അറിവ് കിട്ടിക്കഴിഞ്ഞിരിക്കണു. അതാ വേഗം നന്ദഗോപരെ പറഞ്ഞയച്ചത്. ഇവിടെ വന്നപ്പോഴോ പാവം അച്ഛൻ, എന്തിനങ്ങനെ വിഷമിക്കണത്? അച്ഛൻ വരുമ്പോഴേക്ക് പൂതനയ്ക്ക് മോക്ഷം കൊടുത്തു എന്നാണ് കഥ. എന്താ അത്? ഒരു ദിവസം സന്ധ്യയ്ക്ക് യശോദമ്മ ഉണ്ണിയെ മടിയിൽ വെച്ച് ഉറക്കിക്കൊണ്ടിരിക്കുക. അപ്പോഴാണ് രോഹിണി വിളക്കൊക്കെ കത്തിച്ച് ദീപം എന്ന് പറഞ്ഞ് പുറത്തേക്ക് പോകുമ്പോഴാണ് പൂതനയുടെ വരവ്. ഗോപന്മാരും ഗോപസ്ത്രീകളൊക്കെ പുറത്തിരിക്കും, സന്ധ്യയായാലും അവർ പോവില്ല. ഉണ്ണിയെ കണ്ട് പോവാൻ അവർക്ക് തോന്നുന്നില്ല. കുറേ നേരം ഉണ്ടാവും വർത്തമാനം പറഞ്ഞുകൊണ്ട് അവർ പുറത്ത്. അപ്പോഴാണ് ഈ സ്ത്രീ പൂതന അതിസുന്ദരിയായിട്ടാണ് വരണതേ. ആരും മനസ്സിലാക്കാണ്ടിരിക്കാൻ കയ്യിൽ താമരപ്പൂവൊക്കെ പിടിച്ച് എന്തൊരു ഐശ്വര്യ! ധാരാതെ ഈ സ്ത്രീ. അപ്പോൾ പൂതന പുറത്തിരിക്കണ ഗോപസ്ത്രീകളോട് എന്താ പറയുക? ഞാനേ യശോദമ്മയുടെ ഉണ്ണിയെ കണ്ടിട്ട് ഇപ്പോൾ വരാട്ടോ, എന്നിട്ട് നമുക്ക് വർത്തമാനമൊക്കെ പറയാം എന്നും പറഞ്ഞിട്ട് അകത്തേക്ക് പോണത്. നല്ല പരിചയം. പിന്നെ ആരാന്ന് ചോദിക്കുക എങ്ങനെയാ? എന്നാവട്ടെ, ആർക്കും അറിയൂല. നന്നായില്ലേ? അകത്ത് ചെന്ന് നോക്കി ആരെയാണ് എടുക്കേണ്ടത്? ഏതാ അപ്പം ഇതിൽ? വിഷ്ണുവിനെ അന്വേഷിച്ചിട്ടാണല്ലോ നടക്കണത്.
കുറച്ചൊക്കെ ബുദ്ധിയും സംസ്കാരമൊക്കെ ഉണ്ട് പൂന്തനയ്ക്ക്. എന്താ അത്, ഒരാൾ നീല നിറത്തിലാണ്, അപ്പോൾ അതാവും എന്ന് വിചാരിച്ചു അത്രേ. ഇവിടെ എന്താ രംഗം? അതോ ഭഗവാൻ കണ്ണടച്ച് കിടക്കുക, ഒരു ഭാഗത്ത് ഭഗവാനെ അടുത്ത് കിടത്തി ഉറക്കിയിരിക്കുന്നുണ്ട്, കുറച്ചപ്പുറത്ത് ബലരാമനെയും കിടത്തിയിട്ടുണ്ട് എന്നാണ്. പേര് നമുക്ക് ആദ്യമേ പറഞ്ഞാൽ എളുപ്പമുണ്ടല്ലോ. അപ്പോൾ രോഹിണി ജോലികൾ ചെയ്യാൻ വേണ്ടിയിട്ട്, രോഹിണിയാണ് അപ്പോൾ അവിടുത്തെ എല്ലാ കാര്യങ്ങളും കൊണ്ട് നടക്കണത്. രോഹിണി ഉണ്ണിയെ കുറച്ചപ്പുറത്ത്, രണ്ടുപേരെയും കൂടി ഒപ്പം കിടത്താനും വയ്യ, അല്ലെങ്കിൽ തന്നെ ഗോപസ്ത്രീകൾക്ക് ഉണ്ണികളുടെ മഹിമ പറഞ്ഞാൽ മനസ്സിലാവില്ല. രണ്ടുപേരെയും കൂടി ഒപ്പം കിടത്തിയാലോ, അപ്പോൾ കുറച്ചപ്പുറത്താണ് കിടത്തിയിരിക്കണത്. ബലരാമൻ അവിടുന്ന് ഇങ്ങോട്ട് ചോദിച്ചു എന്നാണ്. ഒന്നിങ്ങനെ നോക്കി കൃഷ്ണനെ, എന്താ കൃഷ്ണ, പൂതനയാണ് വരണത്. അപ്പോൾ ഭഗവാൻ ഒന്ന് കണ്ണ് ചിമ്മി എന്നാ കഥ. പറയാൻ വയ്യല്ലോ, ചെറിയ കുട്ടികളല്ലേ, ആൾക്കാരെന്ത് വിചാരിക്കും? അതിന് ഒരുപാട് അർത്ഥമാണ് സജ്ജനങ്ങൾ പറയാറുള്ളത്. എന്താ അത്? ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് എണീക്കണോ, പൂതനയെ 2 കൊടുക്കണോ എന്നാണ് ചോദ്യം. ബലരാമനൊക്കെ വെട്ടൊന്ന കഷ്ണം 2, വളരെ എളുപ്പം കഴിയും കാര്യം. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, നമ്മളുടെ അവതാരം ആസ്വദിക്കാനുള്ളതല്ലേ, അങ്ങനെ പെട്ടെന്ന് കാര്യം കഴിക്കേണ്ട, അതൊക്കെ ഒരു രസമായിട്ട് കൊണ്ട് നടക്കാം എന്ന് ശ്രീകൃഷ്ണൻ. അങ്ങനെ പറയാൻ പറ്റുമോ? അപ്പോൾ കണ്ണടച്ച് കാണിച്ചു, സാരമില്ല, ഞാൻ ആയിക്കോളാം. അതാണ് ആ കണ്ണടക്കണേൻ്റെ അർത്ഥം. പിന്നെ വേറെ ഒന്നുണ്ട്. എന്താ അത്? ആൾക്കാർ, മഹർഷിമാർ ചോദിക്കില്ലേ, എന്താ ഭഗവാനെ കൊല്ലാനല്ലേ വന്നിരിക്കണത് ഈ പൂതന, എന്നിട്ട് ആ പൂതനയ്ക്ക് മോക്ഷം കൊടുത്തുവോ എന്ന് ചോദിക്കില്ലേ? ഈശ്വര, ഞാനൊന്നും അറിഞ്ഞില്ല, പൂതനയാണോ വന്നത്, മോക്ഷം കിട്ടിയോ, ഇതൊന്നും ഞാൻ അറിഞ്ഞില്ല, ഞാൻ ചെറിയ കുട്ടിയല്ലേ എന്ന് ചോദിക്കണ മാതിരി പാവം കണ്ണടച്ച് അവിടെ കിടന്നു അത്രേ. അപ്പം ഇങ്ങനെ ഒരുപാട് അർത്ഥങ്ങളാണ് അതിനുള്ളത്. ഏതായാലും ആ അസുരവംശനാശം എന്നുള്ളത് ഇത് ഭഗവാൻ തുടങ്ങാൻ പോവുകയാണ് എന്ന് പറയുകയാണ്. ആദ്യം തന്നെ ആ സമ്മാനം മേടിക്കാൻ, മോക്ഷം എന്നുള്ള സമ്മാനം മേടിക്കാൻ വന്നത് പൂതനയാണ്. പൂതന വന്ന യശോദയോട് ലോകിക്ക പറഞ്ഞു, യശോദേ, ഞാൻ എത്ര ദിവസമായി പുറപ്പെടുന്നു ഉണ്ണിയെ കാണാൻ, ഇന്നേ വരാൻ പറ്റിയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഉണ്ണിയെ എടുത്ത് മടിയിൽ വെച്ച് ലാളിക്കാൻ തുടങ്ങിയപ്പോൾ യശോദ വിചാരിക്കണ്ടേ, ഇത്ര ചെറിയ ഉണ്ണി എങ്ങനെയൊക്കെ ലാളിക്ക്, ഇടുക്കന്നെ പതിവില്ല. 6-ാം ദിവസമാണ് വന്നത് പൂതന എന്നാണ് പറയണത്. വില കഴിയാണ്ട് വേറെ ആരെങ്കിലും ചെന്ന് കുട്ടികളെ എടുക്കാറുണ്ടോ? എന്താ ഇവൾ കാണിക്കണേ? അപ്രിയം പറയാൻ പറ്റുമോ? അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴേക്ക് ഈ വർത്തമാനം ആദ്യമാണ് അവളുടെ ആ ചലനങ്ങൾ. വർത്തമാനമൊക്കെ പറഞ്ഞ് പിന്നെ ഉണ്ണിയെ എടുക്കുന്നുണ്ട്, ലാളിക്കുന്നുണ്ട്, തിരിഞ്ഞിരുന്ന് മുല കൊടുത്തു ഉണ്ണിക്ക്. ഭഗവാനോ വളരെ വേഗം തന്നെ പാഞ്ചജന്യമിവ പൂതനാസ്തനം പാണി പല്ലവയുഗേന പീഡയൻ. ഭഗവാനും കുറച്ച് തെറ്റിയോന്ന് അറിയില്ല, എന്താ പട്ടേരിപ്പാട് ചോദിക്കണ്ടേ, ഗുരുവായൂരപ്പ 6 ദിവസമേ ആയിട്ടുള്ളൂ, ഇങ്ങനെ കൈകൊണ്ട് പിടിച്ചു കുടിക്കാറൊന്നും ആയിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഭഗവാനോ അതാണ് അനുഗ്രഹിക്കാനുള്ള ത്വര. തനിക്ക് അമ്മിഞ്ഞ പാല് തന്നപ്പോൾ സമയത്ത് ആ 2 കൈകൊണ്ടും അതിങ്ങനെ പിടിച്ച്, ചെറിയ കുട്ടികളുടെ കയ്യിൽ മാമ്പഴം കൊടുത്ത പോലെ എന്നൊക്കെയാണ് ഉദാഹരണ സജ്ജനങ്ങൾ പറയാറുള്ളത്. അതിൻ്റെ ആ മൂക്ക് അങ്ങനെ കൊക്ക് പോലെ നിൽക്കുമല്ലോ മാങ്ങയുടെ, അവിടെ അങ്ങോട്ട് തുളച്ചിട്ട് കുട്ടികളുടെ വായയിൽ വെച്ചെടുത്ത് അവരിങ്ങനെ അത് കുടിച്ചുകൊണ്ട് കിടന്നോളും. അതുപോലെ ആ പൂതന മുല കൊടുത്ത സമയത്ത് ഗാഠങ്കരാഭ്യാം ഭഗവാൻ പ്രപീഡ്യ തൽപ്രാണൈ സമം രോഷസമൻവിതോപിബൽ എന്ന് ശ്രീശുക ബ്രഹ്മർഷി. കിട്ടേണ്ട താമസം മുല കുടിക്കാൻ തുടങ്ങിയപ്പോൾ യശോദമ്മോട് പറയാ, യശോദേ മുല കുടിക്കാൻ വൈകിയിരിക്കുകയല്ലേ, കുറച്ച് നേരമായില്ലേ കൊടുത്തിട്ട്, അതാണ് ഉണ്ണി നല്ലോണം കുടിക്കണ്ടേ. യശോദയ്ക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ? കുറച്ച് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഫലം കണ്ടു എന്നാണ്. എന്താ അത്? ഒന്നുമില്ല അവിടുന്ന് കിട്ടാൻ, ഇങ്ങനെ പറ്റിക്കേ കുട്ടികളെ എടുത്തിട്ട് അങ്ങനെ പാടുണ്ടോ? എന്നാൽ അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടോ നോക്കട്ടെ. അങ്ങനെ ആ പ്രാണനെ ഇങ്ങോട്ട് ആവാഹിച്ചു. സാധാരണ ഇതിൻ്റെ ഗന്ധം വരുമ്പോഴേക്ക് മോഹാലസ്യപ്പെട്ട് വിഴലാ പതിവ്. ഇപ്പം ഇവിടെ മോഹാലസ്യത്തോടു കൂടി ആ കുട്ടി മരിക്കും. ഇപ്പം ഇവിടെ പൂതനയ്ക്കാണ് അസ്വാസ്ഥ്യങ്ങൾ തുടങ്ങിയത്. സാ മുഞ്ചാലമിതി പ്രഭാഷിണി, വിടൂ വിടൂ, മതി മതി എന്നിങ്ങനെ അലറിങ്ങോണ്ട് പറഞ്ഞുകൊണ്ട് വേദന സഹിക്കാൻ വയ്യാണ്ടേ അവിടുന്ന് അങ്ങോട്ട് എണീട്ടപ്പോഴേക്ക് പൂതനയുടെ സാക്ഷാൽ രൂപം ആയി എന്നാണ്. അവിടെ അങ്ങനെ ഒരു പക്ഷിയുടെ രൂപത്രേ, അവിടെ അങ്ങനെ പറന്ന് നടന്നു, മരങ്ങളൊക്കെ തള്ളിയിട്ടും കൊണ്ട് അത് കഴിഞ്ഞ് ചത്ത് അവിടെ അങ്ങോട്ട് വീണു. ഗോപസ്ത്രീകൾ ഭയപ്പെട്ട് ഓടിച്ചെന്ന് നോക്കിയപ്പോഴോ
പാവം ഉണ്ണിക്ക് ഒരു പരിഭ്രമവും ഇല്ല, സുഖമായിട്ട് ആ മാറത്ത് കിടക്കുക. ഗോപസ്ത്രീകൾക്കുണ്ടായി. അതാണ് ഗോപസ്ത്രീകളുടെ സ്നേഹം. എല്ലാവരും വിചാരിക്കില്ലേ, ഈശ്വര ഇനിയിപ്പോൾ അവളങ്ങടെ എണീട്ടാലോ ചത്തു എന്നുള്ളതിന് വല്ല ഉറപ്പുണ്ടോ? അവളെ എണീട്ടാലോ എന്നല്ലേ ആർക്കും തോന്നുക. ഞാൻ എങ്ങനെ അങ്ങോട്ട് അടുത്തേക്ക് ചെല്ലുക? അവരവരെക്കുറിച്ചല്ലേ എല്ലാവരും ശ്രദ്ധിക്കുക. ഗോപസ്ത്രീകൾ അതല്ല, ഉണ്ണിക്കെന്തെങ്കിലും പറ്റിയോ എന്നാണ്. അതാണ് തൽസുഖസുഖിത്വം എന്ന് പറയുന്നത്. ഉണ്ണിയെ എടുത്ത് കൊണ്ടുവന്നിട്ടോ ഇവിടെ കൊണ്ടുവന്ന് അവർ ആ ഉണ്ണിക്ക് വേണ്ട രക്ഷയൊക്കെ ചെയ്ത്, എന്താ അവരുടെ ഒരു രക്ഷ. പണ്ടൊക്കെ ഇത് പറയുമ്പോൾ ഒന്ന് തോന്നണത്, പണ്ടൊക്കെ ഉണ്ടായിരുന്നു ഗുരുവായൂരൊക്കെ എൻ്റെ കുട്ടിക്കാലത്ത് വലിയ രോഗം എന്നാ പറയുക വസൂരിക്ക്. വസൂരി വന്നാൽ വെളിച്ചപ്പാടിനെ വിളിക്കുക ചെയ്യുക. വെളിച്ചപ്പാട് അമ്പലത്തിൽ നിന്ന് വാളും എടുത്ത് ഭഗവതിയുടെ മുമ്പിൽ നിന്ന് തുള്ളി വന്ന അരി എറിഞ്ഞാൽ 2 ദിവസം കൊണ്ട് കുളിക്കാറാവും. അങ്ങനെയാ. അതേമാതിരി ഇവിടെ ഇവരുടെ ദൈവാരാ ഭഗവതി, പശുവാണ്. അപ്പോൾ പശുവിൻ്റെ വാലുകൊണ്ട് ഒഴിയുക, പശുവിൻ്റെ കൊമ്പിൻ്റെയും കുളമ്പിലുള്ള മണ്ണെടുത്ത് കുറിയിടിയിക്കുക. പോരാ, ഭഗവാനോട് നല്ലോണം പ്രാർത്ഥിച്ചു അവർ. ലലാടേ കേശവം ധ്യായേൽ നാരായണ മധോദരേ വക്ഷസ്ഥലേ മാധവം തു ഗോവിന്ദം കണ്ഠകൂബരേ വിഷ്ണും ച ദക്ഷിണേ കക്ഷോ ബാഹോ ച മധുസൂദനം ത്രിവിക്രമം കന്ധരേ തു വാമനം വാമപാർശ്വകേ. ഓരോ ഇന്ദ്രിയങ്ങളും നമ്മൾ പഠിക്കേണ്ടതാണ്. നമ്മളുടെ കുട്ടികൾക്ക് എന്തെങ്കിലും വയ്യായ വരുമ്പോഴേക്ക് ഇപ്പം ധാരാളം കാണുന്നതാണല്ലോ, പനി എല്ലാ ദിക്കിലും ഉണ്ട്. അവരുടെ ആ നെറ്റിയുമ്മൽ തലോടി കൊണ്ട്, മാറത്ത് ഒന്ന് തലോടി കൊണ്ട്, ഗുരുവായൂരപ്പ ഉണ്ണിയെ രക്ഷിക്കണേ, ഗുരുവായൂരപ്പ ഉണ്ണിയെ രക്ഷിക്കണേ എന്ന് പറഞ്ഞിട്ട് എല്ലാ അംഗങ്ങളിലും നമുക്കൊന്ന് തലോടാൻ തോന്നാറുണ്ടോ? അവർ വൈഷ്ണവരാണ്, നമ്മൾ വൈഷ്ണവരാണെന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഈ വക ബുദ്ധിയൊക്കെ ഉണ്ടാവണം. അതാണ് ഗോപസ്ത്രീകൾ അങ്ങനെയാണ്. ഭുവനമംഗളനാമഭിരേവത്തെ, ഭഗവാന്റെ നാമങ്ങൾ തന്നെ പറഞ്ഞ് ഭഗവാനെ രക്ഷ ചെയ്തു. നന്ദഗോപർ വന്നപ്പോഴോ ഉണ്ണി ഒക്കെ കഴിഞ്ഞ് സുഖമായിട്ട് പാലും കുടിച്ച് കിടന്നുറങ്ങുക. സമാധാനമായി നന്ദഗോപർക്കും. അത് കഴിഞ്ഞ് വേറെ ഒരു ദിവസം വാതിൽ പുറപ്പാട് ഉണ്ണിയെ ആദ്യമായിട്ട് പുറത്തേക്ക് കൊണ്ട് 84 ദിവസമായി എന്നാണ്. അന്നാണ് ആ ചടങ്ങൊക്കെ കഴിഞ്ഞ് ബ്രാഹ്മണർക്ക് ദക്ഷിണയൊക്കെ കൊടുത്ത് കൊണ്ടുപോയി കിടത്തി വണ്ടിയുടെ ചോട്ടിൽ. വണ്ടി പൊട്ടി തെറിക്കണ ശബ്ദം കേട്ട് യശോദമ്മയ്ക്ക് പേടിയാവാണ്ടിരിക്കുമോ? ഗോപന്മാരെ കാവലിരുത്തിയതാ, നിങ്ങൾ ഇവിടെ ഇരിക്കണം കേട്ടോ, ഉണ്ണി കരഞ്ഞാൽ അമ്മോട് പറയണേ. അപ്പോൾ 84 ദിവസമായ കുറേശ്ശെ എണീറ്റ് നടക്കൂലോ. ഉണ്ണികളെ ഏൽപ്പിച്ച് പോയതാ. അവർ പറഞ്ഞു, ആ ഉണ്ണിയാണ് വണ്ടി ചവിട്ടി പൊട്ടിച്ചത്. ആർക്കാ വിശ്വസിക്കാൻ പറ്റുക? എല്ലാവർക്കും അത്ഭുതമായി. തമത്ഭുതം ബാലകം, ഇത് അത്ഭുത ബാലകൻ തന്നെയാണ് എന്ന് കുറച്ച് കഴിഞ്ഞാൽ അവർക്ക് വിശ്വാസമാവും. ഇപ്പോൾ അത്ഭുതപ്പെട്ട് നിൽക്കലേ ആയിട്ടുള്ളൂ. എന്താ അത്? ശകടാസുരനെ കൊന്നു. ആ വണ്ടിയിൽ ആവേശിച്ചതായിട്ടുള്ള ശകടാസുരന്, അതാണ് പാദത്തിൻ്റെ മാഹാത്മ്യം. പാദം കൊണ്ടൊന്ന് തൊട്ടേ ഉള്ളൂ. അസുരനെ കാണാൻ കൂടി സാധിച്ചില്ല. അയാളെ വൈകുണ്ഠത്തിലേക്ക് വിട്ടു ഭഗവാൻ. പിന്നെ വേറെ ഒരു ദിവസം, ഇപ്പം യശോദമ്മയ്ക്ക് എപ്പോഴും പേടിയാ, എന്തൊക്കെയാ ഓരോ തരം ആപത്തുകൾ വരണത്. പോരാ, മടിയിൽ കിടത്തുമ്പോൾ ഭയങ്കര ഘനം. ഈ ഗോപസ്ത്രീകൾ എപ്പോഴും കണ്ണു വെച്ചുകൊണ്ടാ. എന്നാ യശോദമ്മയ്ക്ക് തോന്നാണ്ടിരിക്കുന്നുണ്ടോ? എന്താ അത്? മടിയിലിരുത്തിക്കൊണ്ട് നിപായം ദീ സ്തനമംഗം ത്വാം വിലോകയം ദീവദനം ഹസന്തി ദശാം യശോദ കഥമാം നഭേജ്. യശോദ മടിയിലിരുത്തി ഉണ്ണിയെ നോക്കിക്കൊണ്ടിരിക്കും. മുലോടിക്കുമ്പോഴേ ആ ഉണ്ണിയുടെ മുഖത്തൊക്കെ അങ്ങനെ നോക്കിക്കൊണ്ടിരുന്ന യശോദമ്മയ്ക്ക് തന്നെ തോന്നും, വെറുതെ അല്ല കേട്ടോ ഗോപസ്ത്രീകൾ പറയണത്, കണ്ടാൽ മതിയാവണില്ല ഉണ്ണിയെ. വേണ്ട, ഇനി അങ്ങനെ ഒന്നും വിചാരിക്കണ്ട, വേഗം ഉണ്ണി ഒന്ന് ഉഴിഞ്ഞിടട്ടെ എന്ന് വിചാരിച്ച് കടുകും മുളകും എടുക്കാൻ പോയതാ. നന്നായി. അപ്പോഴേക്ക് അതിലും വലിയ ആൾ വന്നു ഉണ്ണിയെ ആവശ്യപ്പെട്ടിട്ട്. ആരാധ? തൃണാവർത്തൻ. ഉണ്ണിയെ എടുത്ത് മുകളിൽ കൊണ്ടായി. മതി പൊങ്ങിയത്, ഇനി നിന്നെ വേണ്ട ദിക്കിലേക്ക് ഞാനങ്ങോട്ട് പറഞ്ഞയച്ചേക്കാം. കഴുത്തിൽ പേടിച്ചു മുക്തി കൊടുത്തു കൃഷ്ണൻ. ആ കഴുത്തിൽ അങ്ങോട്ട് പിടിച്ചാൽ ആ ജീവൻ നേരെ വൈകുണ്ഠത്തിലേക്ക് അങ്ങോട്ട് പൊക്കോളും. വേഗം പറഞ്ഞയച്ചു ഭഗവാൻ. അത്ഭുതം. ഭഗവാൻ ഇപ്പോൾ യശോദമ്മയ്ക്ക് ഓരോ അനുഭവങ്ങൾ കൊടുത്ത് ഇങ്ങനെ അനുഗ്രഹിക്കണ സമയമാണ്. എന്താ അടുത്ത അനുഗ്രഹം? അതോ പീതപ്രായസ്യ ജനനി സാ തസ്യ രുചിരസ്മിതം. ആ മുലോടിക്കണ സമയത്തുള്ള ചിരി,
ആ കടാക്ഷം, ആ കണ്ണിൻ്റെ ഒരു ഭംഗി. അങ്ങനെയാണല്ലോ കുട്ടികൾ മുലകുടിക്കണ സമയത്ത് ഇങ്ങനെ ചെരിഞ്ഞിട്ടാണ് നോക്കുക അമ്മയുടെ മുഖത്തേക്ക്. മുലകുടി നിർത്താനും വയ്യ, അമ്മയെ നോക്കി അപ്പോഴേക്ക് ചിരിക്കാൻ തുടങ്ങി. ആ ചിരിയുടെ ഒരു ഭംഗി. അപ്പോൾ യശോദമ്മ അതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ കൂട്ടുവായ ഇട്ടപ്പോഴോ വായയിൽ നിറച്ചും ലോകങ്ങൾ. അമ്മ വിചാരിക്കുന്നുണ്ടോ ഞാൻ ആരാന്ന് അറിയോ അമ്മയ്ക്ക്? എന്നത് വേണേ കണ്ടോളൂ എന്ന് പറയണ മാതിരി നോക്കൂ ഭഗവാന്റെ അനുഗ്രഹം. യശോദമ്മ പാവം ഒന്നും പ്രാർത്ഥിച്ചിട്ടില്ല, പ്രാർത്ഥിക്കാൻ അറിയില്ല. ഒരു കാര്യമേ യശോദമ്മയ്ക്ക് അറിയുള്ളൂ, എൻ്റെ ഉണ്ണി എന്ന് പറഞ്ഞ് സ്നേഹിക്കാൻ മാത്രമേ അറിയുള്ളൂ. അത് മതി. കാണേണ്ടതൊക്കെ കാണും, കിട്ടേണ്ടതൊക്കെ കിട്ടും. ദാ ഭഗവാൻ കാണിച്ചു തരുന്നു. അങ്ങനെ ഇതൊന്നും പറയാനും വിചാരിക്കാനും നേരമില്ല. അപ്പോഴേക്ക് വായ കൂട്ടി ഭഗവാൻ. അയ്യോ ഉണ്ണി ഉറങ്ങി. രോഹിണിയോട് പറഞ്ഞപ്പോൾ രോഹിണിക്ക് വിശ്വാസമാവുമോ? അങ്ങനെ ഇരിക്കുമ്പോൾ ഈ വിവരങ്ങളൊക്കെ ഇങ്ങനെ നന്ദഗോപരോട് പറയും. ഉണ്ണിയുടെ ജാതകം ഒന്ന് നോക്കിക്കണം, പേരിടണ്ടേ കുട്ടികൾക്ക്. ഗർഗമഹർഷി പാകത്തിന് വന്നു. മോഹിച്ചിരിക്കുക ഗർഗമഹർഷി. സമയമായിട്ട് വേണമല്ലോ വരാൻ എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ വന്ന് വളരെ രഹസ്യമായിട്ട് മതി എന്നൊക്കെ പറഞ്ഞ് ഇപ്പം ഗോപന്മാരൊക്കെ പശുക്കളെയും കൊണ്ട് പോയിട്ടുണ്ടാവും, നമുക്ക് രഹസ്യമായിട്ട് പേരിടാം എന്ന് പറഞ്ഞ് ഒരു ദിക്കിൽ രഹസ്യമായിട്ട് ആ ഗോപുരം അങ്ങോട്ട് അടച്ചു പുറത്തേക്കുള്ളത്. എന്നിട്ടാണ് ഉണ്ണികളെ എടുത്ത് ആദ്യം വെളുത്ത ഉണ്ണിയെടുത്ത്, കാരണം അതാണല്ലോ, രോഹിണിയുടെ ഉണ്ണിയെടുത്ത് മടിയിലിരുത്തി. രോഹിണി എന്താ പേര് നിശ്ചയിച്ചത്? ഒന്നും നിശ്ചയിച്ചിട്ടില്ല, ഇവിടുത്തെ ഇഷ്ടം പോലെ ഇട്ടാൽ മതി. അതാണ് അയം ഹി രോഹിണി പുത്രോ രമയൻ സുഹൃദോ ഗുണൈ ആഖ്യാസ്യതേ രാമയിതി ബലാധിക്യാൽ ബലം വിദു. പരമശക്തന, എന്താ ഒരു ഭംഗി, നല്ല ബലം, എല്ലാവരെയും ആനന്ദിപ്പിക്കുക. ഇതൊക്കെയാണ് ഈ ഉണ്ണിയുടെ ഒരു സമ്പ്രദായം, സ്വഭാവം, വിശേഷങ്ങൾ. അതുകൊണ്ട് രാമൻ, ബലരാമൻ, ബലഭദ്രൻ, സംഘർഷണൻ, ഇങ്ങനെ പേരുണ്ട് ഉണ്ണിക്ക്. എന്തായാലും രാമൻ, ബലരാമൻ അങ്ങനെ വിളിക്കാം എന്നും പറഞ്ഞ് രാമ 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 നാ ചെവിയിലങ്ങനെ വിളിച്ച് രോഹിണിയുടെ ഉണ്ണിയെ അങ്ങനെ കൊടുത്തു. അത് കഴിഞ്ഞ് കറുത്ത ഉണ്ണിയെ എടുത്തു. ഉണ്ണിയെ എടുത്തപ്പോഴേക്കന്നെ ഈശ്വര എന്തൊരാനന്ദ തോന്നണത്. അപ്പോഴേക്കൊരു പരിഭ്രമം, എന്താ അപ്പം ഈ ഉണ്ണിക്ക് പേരിടുക? നല്ല പേരിടണ്ടേ, ആൾക്കനുസരിച്ചൊരു പേരിടണ്ടേ, ഏതാ യോജിച്ച പേര്? അതാലോചിച്ചപ്പോഴേക്ക് കണ്ണൊന്നങ്ങനെ അടഞ്ഞു. അപ്പോൾ ഭഗവാൻ എന്താ ചെയ്തത്? എന്നെ എടുത്ത് മടിയിൽ വെച്ച് ആരെങ്കിലും കണ്ണടച്ചിരിക്കുമോ? എന്നെ കാണുകയല്ലേ വേണ്ടത്, നമുക്കൊക്കെ പറ്റണ ബദ്ധാത്. എന്താ അത്? ഗുരുവായൂർ നടക്കിൽ അങ്ങോട്ട് ചെന്നാൽ കൈകൂപ്പും കണ്ണങ്ങോട്ട് അടയ്ക്കും. ഇതവിടെ ഭാഗവതം പഠിപ്പിക്കണു. ഭഗവാൻ എന്താ ചെയ്തത്? അപ്പോഴച്ചിൽ പൂമൻ ഗർഗൻ തൻ താടിയെ തപ്പാതെ തപ്പിയും തൃക്കൈകളാൽ. കുട്ടികളുടെ സ്വഭാവം എന്താ? കണ്ണടയും താടിയും ഒക്കെ പിടിക്കുക. ആ നല്ല വെളുത്ത താടി ഇങ്ങനെ തൂങ്ങി കിടക്കുക, പിടിച്ച് ഒരു വലിയ ഇങ്ങോട്ട് വലിച്ചു. ഇത് പേരിട്ടാൽ മതി എന്നാണ്. കരുഷദീതി കൃഷ്ണ. എല്ലാവരെയും എല്ലാറ്റിനെയും ഞാൻ എന്നിലേക്ക് ആകർഷിച്ചും കൊണ്ടാണ് ഇരിക്കണത് ഗർഗമഹർഷി എന്ന് പറയണ പോലെ. എന്നിട്ടാണ് കൃഷ്ണൻ ശ്വർത്ഥണ്ട് ആ പേരിന്. ഇത് മാത്രമേ ഒക്കെ പറയാൻ വയ്യല്ലോ, ഭഗവാന്റെ രഹസ്യങ്ങൾ ധാരാളം പേരുകൾ. ഓരോ കളികളിൽ കൂടിയിട്ടും ഭഗവാന് ധാരാളം പേരുകൾ വരും. പോരാ, ഈ ഉണ്ണിയെ എല്ലാവരും സ്നേഹിച്ചാൽ മതി, എല്ലാ ആപത്തുകളും പോവും. ഇത് നന്ദഗോപരോട് പറയുന്നതാണോ ഭാഗവതം നമ്മളോട് പറയുന്നതാണോ? ഇപ്പം ഇതുവരെ ഇവിടെ കഥ പറഞ്ഞ ഭക്തന്മാരൊക്കെ പറഞ്ഞത് അതാണ്. നാമം ജപിക്കൂ, നാമം ജപിക്കൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നാമം ജപിക്കൂ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നാമം ജപിക്കണമെന്നുണ്ടെങ്കിൽ ഗുരുവായൂരപ്പനോട് കുറച്ച് സ്നേഹം വേണം അല്ലേ? അപ്പം അത് തന്നെയാണ് ഇവിടെയും പറയണത്. സ്നിഹ്യതി യസ്തവ പുത്രേ മുഹ്യതി സനമായി കൈശോകൈ ദൃഹ്യതി യസ്സതു നശ്യേൽ ഇത്യവദത്തേ മഹത്വം ഋഷിവര്യ ജേഷ്യതി ബഹുതര ദൈത്യാൻ നേഷ്യതി നിജബന്ധുലോകമലപദം. എന്താ എത്ര എളുപ്പത്തിലാണ് ഭട്ടതിരിപ്പാട് 1000 നാവാണെന്ന് വെറുതെ അല്ല പറയണത്. എത്ര എളുപ്പത്തിലാണ് ജാതകത്തിൻ്റെ ഫലം പറഞ്ഞത്. ഈ ഉണ്ണിയെ സ്നേഹിച്ചാൽ മതി, ദ്വേഷിക്കണമെന്ന് വിചാരിച്ചാൽ നശിക്കും, തൻ്റെ ആൾക്കാരെയൊക്കെ പരമപദത്തിൽ എത്തിക്കും. ഇങ്ങനെ ചുരുക്കം പറഞ്ഞാൽ നാരായണ സമോ ഗുണൈ, മഹാവിഷ്ണുവിൻ്റെ സകല ഗുണങ്ങളും ഈ ഉണ്ണിക്കുണ്ട്. ഇത്രേ പറഞ്ഞുള്ളൂ.
മഹാവിഷ്ണുവായിട്ട് അവിടെ ഇരിക്കുന്ന ആളാണെന്ന് ഇനി നമുക്ക് മനസ്സിലാവും സന്താനഗോപാലൻ വന്നാൽ. അതുവരെ രഹസ്യമാക്കി വെച്ചു. ഞാൻ മനുഷ്യനാണ്, നന്ദനന്ദനാണ്, വാസുദേവകൃഷ്ണനാണ് എന്നൊക്കെ പറഞ്ഞ് അഭിനയിച്ചു ഭഗവാൻ. ഏതായാലും നന്ദഗോപർക്കും യശോദയ്ക്കൊക്കെ വളരെ സന്തോഷമായി. സമ്മാനങ്ങളൊക്കെ കൊടുത്ത് പറഞ്ഞയക്കാൻ കാത്തു നിൽക്കുകയാണോ. കാലേന വ്രജതാൽപേന ഉണ്ണി മുട്ടുകുത്തി കമിഴ്ന്ന് കിടന്നു. മുട്ടുകുത്തി തുടങ്ങിയപ്പോൾ പിന്നെ പറയാണ്ടോ, സകല ദിക്കിലെത്തും പടുവികൃതിയാണ്. പിന്നെ പിടിച്ച് നടക്കാൻ തുടങ്ങിയാലോ. തീപ്പിടിക്കുമെരി കൊള്ളി കിട്ടിയാൽ പീപ്പിയാക്കുമടി തെറ്റി വീണിടും. ആർപ്പിടും കിണറിലെത്തി നോക്കിടും കോപ്പിതാണവർ കുഴക്കി ദേവിയേ. അതാണ് എന്താ അടുപ്പിൻ്റെ അടുത്താ 2 പേരും നേരം വലിച്ചായി. പോരെ, എന്തിനു വേണ്ടിയിട്ടാ? കൊള്ളി വലിക്കുക അത്രേ. നന്നായി. കൊള്ളി വലിച്ചിട്ട് എന്താ ചെയ്യുക? പീപ്പിയായി. കുട്ടികൾക്ക് അങ്ങനെയാണല്ലോ, കളിപ്പാട്ടൊന്നും വേണ്ട. അവർക്ക് വല്ല പാത്രമോ വേറെ ഇങ്ങനെയുള്ള സാധനങ്ങളോ, പ്രത്യേകിച്ചും ഭഗവാനൊക്കെ കളിക്കാനെടുക്കുക പിശാങ്ങത്തി അത്രേ. രാമന് കുറച്ചും കൂടി ബുദ്ധി ഉണ്ടാകും. മൂർച്ച ഇല്ലാത്ത ഭാഗേ പിടിക്കൂ. ഭഗവാന് സംശയമില്ല. രാമൻ മൂർച്ച ഇല്ലാത്ത പിടിയുടെ അവിടെ പിടിച്ചാൽ മറ്റേ ഭാഗം, മൂർച്ചയുള്ള ഭാഗം ഭഗവാൻ ചെന്ന് പിടിച്ച് വലിക്കുകയാണ്. യശോദമ്മയുടെ ഒരു ആവലാതി, ഉത്കണ്ഠ ആലോചിച്ച് നോക്കൂ. അത് കഴിഞ്ഞാലോ, അപ്പോഴേക്കും നടക്കാൻ പഠിച്ചു. എങ്ങനെയാണ് നടക്കാൻ പഠിച്ച? വണ്ടിയിൽ പിടിച്ചിട്ടാണോ? എന്തിനാ ഈ വണ്ടിയൊക്കെ? നല്ല പശുക്കുട്ടികളുണ്ട് അവിടെ എന്നാണ്. പിടിച്ച സ്റ്റെപ്പ് ഇറങ്ങി മുറ്റത്ത് വരുമ്പോഴേക്കും അവിടെ പശുക്കുട്ടികൾ ധാരാളം രാവിലെ കറവ് കഴിഞ്ഞു കുടിച്ച് മുറ്റത്ത് വന്ന് കിടക്കുന്നുണ്ടാവും. അതിൻ്റെ വാലങ്ങനെ നീണ്ട് കിടക്കും. അപ്പം നല്ല രസമാണ്. കുട്ടികൾക്ക് ഈ പൂച്ചയുടെ വാല് പിടിക്കാൻ ഒക്കെ നല്ല ഇഷ്ടമാണ്. പശുവിൻ്റെ വാല് പിടിച്ചാൽ അതിനുണ്ടൊരാനന്ദം. ആരാ അത് വന്ന് പിടിച്ചിരിക്കണത്? കണ്ടാൽ മതി. ഭഗവാനെ കാണണ്ട, ഭഗവാനിരിക്കണ അമ്പലത്തിൽ പോയി തൊഴുതാൽ മതിയില്ലേ? നമുക്ക് മതിയാവണില്ല തൊഴുതിട്ട്. അപ്പോൾ ഭഗവാൻ നേരിട്ട് ചെന്നിട്ട് ആ പശുക്കുട്ടിയുടെ വാല് പിടിക്കുന്ന സമയത്ത് ആ പശുക്കുട്ടിയുടെ ആനന്ദം എന്തായിരിക്കും ആലോചിച്ച് നോക്കൂ. അതിങ്ങനെ പതുക്കനെ മൂരി നിവർന്ന് അങ്ങോട്ട് നടക്കാൻ തുടങ്ങും. അങ്ങനെ നടക്കാൻ തുടങ്ങിയാലോ, അപ്പം നടക്കാൻ എളുപ്പമായി. 2 കൈ കൊണ്ട് മുറുക്ക പിടിച്ചാൽ മതി, സുഖ വഴി. കുറച്ച് കഴിഞ്ഞപ്പോൾ എന്തായി? അതിൻ്റെ വാലും പിടിച്ച് കല്ലും മുള്ളും ഒന്നും നോക്കാണ്ട ഓട്ടായി. പോരെ, യശോദമ്മയ്ക്ക് ആവലാതിയായില്ലേ? എന്നാൽ എന്തിനാ ഉണ്ണി ഈ കല്ലിലും മുള്ളിലൊക്കെ ഇങ്ങനെ ഓടി നടക്കണത്? ഉണ്ണിയുടെ കാലും മുറിയില്ലേ, വേദനയാവില്ലേ എന്നൊക്കെ ചോദിച്ചാൽ എന്തെങ്കിലും അപ്രിയം പറഞ്ഞോ? ശിവ ശിവ. എന്നാൽ പിന്നെ അന്നത്തെ ദിവസം പോയി. ഇടയ്ക്ക് വിളിക്കൂത്രേ, അമ്മേ എന്നൊരു വിളി കേൾക്കാം. ഈശ്വരാ, എവിടെയാണാവോ ഉണ്ണി? നോക്കുമ്പോൾ കിണറ്റിൻ്റെ വക്കത്ത് പോയി നിൽക്കുന്നുണ്ടാവും എന്നാണ്. എന്താ ഉണ്ണി കിണറ്റിൻ്റെ വക്കത്ത് നിൽക്കുന്നത്? ഞാൻ അപ്പം ഇതിൽ ചാടും. അയ്യോ, എന്തിനാത്? അമ്മ എന്തിനാ എന്നെ ശകാരിച്ച് എന്നാണ് അടുത്ത ചോദ്യം. ഇല്ല ഉണ്ണി, ഇനി ഞാൻ ശകാരിക്കില്ല. വേണ്ട, അമ്മ എന്നെ ശകാരിച്ചില്ലേ, അമ്മ അങ്ങോട്ട് വന്നാൽ ഞാൻ ചാടും എന്ന് പറഞ്ഞാൽ യശോദമ്മ എങ്ങനെയാണ് ഉണ്ണിയുടെ അടുത്തേക്ക് ചെല്ലണത്? പിന്നെ എന്തൊക്കെ പറയണം? ആനത്തലയോളം വെണ്ണ തരാമെടാ എന്നൊക്കെ പറഞ്ഞിട്ട് വേണം അവിടുന്ന് കൊണ്ടുവന്ന് ഒക്കെ മെരുക്കി നേരെയാക്കാൻ. അങ്ങനെ ചിലപ്പോൾ എന്താ ചെയ്യുക? മുകളിൽ നിന്നൊരു വിളി കേൾക്കാമെന്നാണ്. ഈശ്വര, എപ്പോഴാണ് കോണി കയറാൻ പഠിച്ച് എന്ന് വിചാരിക്കുക യശോദ. അവിടെ ചെല്ലുമ്പോഴത്തെ കഥ എന്താ? താക്കോലു കിട്ടുകിൽ പെട്ടികൾ ഓരോന്നായി തൽക്കാലം ഒന്നു തുറന്നു വയ്ക്കും. യശോദയ്ക്ക് മൂക്കത്ത് വിരൽ വെക്കാനേ നേരമുള്ളൂ. എപ്പോഴാണ് ഉണ്ണി ഇതൊക്കെ പഠിച്ച് താക്കോലൊക്കെ തപ്പിയെടുത്ത് പെട്ടി തുറന്ന്? വെറുതെ ഒന്നുമല്ല, യശോദയുടെ അഷ്ടമിരോഹിണിയായിട്ട് ഉടുക്കാൻ മേടിച്ച് വെച്ച സാരി എടുത്ത് ഒന്നാന്തരായിട്ട് മുറിച്ച് പങ്കുവച്ചിരിക്കണു എല്ലാവർക്കും. എന്താ ഉണ്ണി ഇതൊക്കെ? അത് എല്ലാവർക്കും കോണകം മുറിച്ച് വെച്ചിരിക്കുക. അന്ന് മുതലാണ് ഈ അവതാരത്തിന് പട്ടുകോണം വെക്കൽ ഇത്ര പ്രധാനം എന്ന് തോന്നുന്നുണ്ട്. എന്താ അത്? ഭഗവാന് പട്ടുകോണം വളരെ ഇഷ്ടമാണ്, എല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് എന്താ ഇത് അച്ഛനുള്ള പട്ടുകോണം, ഇത് അമ്മയ്ക്കുള്ള പട്ടുകോണം, ഇത് ഏട്ടനുള്ള പട്ടുകോണം, ഇത് ഉണ്ണിക്കുള്ള പട്ടുകോണം. ഇനി ആരും പട്ടുകോണം ഇല്ല എന്ന് പറയരുത്. അങ്ങനെയല്ലേ ഗുരുവായൂരപ്പനെ സേവിക്കണവരുടെ ഓരോരുത്തരുടെ കഥ അങ്ങനെയാണോ? ഇനി ഇങ്ങനെയൊന്നും ഇല്ല എന്ന് പറയരുത് കേട്ടോ. ഓരോ സമയത്തും ഭഗവാൻ നമ്മളെ പഠിപ്പിച്ചുകൊണ്ടല്ലേ ഇരിക്കണത്.
ഇങ്ങനെ ഓരോ തരത്തിലുള്ള കളികളാണ്. അപ്പോൾ യശോദമ്മയ്ക്ക് ആകെ ഭയം. ഈശ്വര, പിശാങ്ങത്തി എടുക്കണോ, അത് പശുക്കുട്ടിയുടെ പശുവിൻ്റെ മുകളിൽ കയറി കിടക്കണമെന്ന് ഒരിക്കൽ നോക്കിയപ്പോൾ അതിൻ്റെ കൊമ്പൊന്ന് ഇളക്കിയാൽ പോരെ, ഉണ്ണിക്ക് എന്താ പറ്റുകയെന്ന് പറയാൻ പറ്റുമോ? എപ്പോഴും ആവലാതിയാണ്. നന്ദഗോപരോട് പറയും, ഇങ്ങനെ ആവലാതി പറയാണ്ടിരിക്കുമോ യശോദേ? കുട്ടികളെക്കുറിച്ച് നമ്മളിതൊക്കെ കാണാൻ മോഹിച്ചതല്ലേ, പിന്നെ അത് പറയാൻ പറ്റുമോ? ആവലാതി പറയാണ്ടിരിക്കാൻ പറ്റുമോ? ഇങ്ങനെയാണ്. അവസാനം നന്ദഗോപർ പറഞ്ഞു, സാരില്ല, നമുക്ക് കുട്ടികളെ നോക്കാൻ കുറേ സ്ത്രീകളെ നിർത്താം. ഒരു കാര്യം ചെയ്യൂ, യശോദമ്മ ആരോടെങ്കിലൊക്കെ പറയൂ, ഇവിടെ കുട്ടികളെ നോക്കാൻ ആൾ വേണമെന്ന് പറയൂ. അപ്പോൾ യശോദ കുളിക്കാൻ പോകുമ്പോഴൊക്കെ ഗോപസ്ത്രീകളെ കാണുമ്പോൾ അവരോടൊക്കെ പറയും, ആരെങ്കിലുമൊക്കെ കുട്ടികളെ നോക്കാൻ വേണം കേട്ടോ, വന്നോളൂ. രോഹിണിയും പറയും, നന്ദഗോപുരം പറയും. ഒരു ദിവസം നേരം വിളിച്ചായപ്പോഴേ ഒരു 10-32 സ്ത്രീകളുണ്ട് മുറ്റത്ത് വന്ന് നിൽക്കണു. യശോദമ്മ ചോദിച്ചു, എന്താ വിശേഷം? വിശേഷമൊന്നുമില്ല, ഇവിടെ കുട്ടികളെ നോക്കാൻ വേണമെന്ന് പറഞ്ഞതുകൊണ്ട് വന്നതാ. 32 പേരോ? അപ്പം നിങ്ങളുടെയൊക്കെ ഒക്കത്തിരിക്കണ ഈ കുട്ടികളോ? അത് വീട്ടിലുള്ള കുട്ടികളാ, അതവിടെ ഇരുത്തി പോരാൻ വയ്യല്ലോ, അവർ പട് വികൃതിയാണ്. നന്നായി, 2 കുട്ടികളുടെ വികൃതി കൊണ്ട് ഇരിക്കപ്പുറതി ഇല്ലാണ്ട് കുട്ടികളെ നോക്കാൻ ആളെ വിളിച്ചത്. അവരൊക്കെ ഓരോരുത്തരെയും കൊണ്ടാണ് വന്നിരിക്കണത്. ഇപ്പം 32 2 34 ആയോ? നന്ദഗോപുര് പിന്നെന്ന് പറഞ്ഞു, സാരല്ല, ഇരുന്നോട്ടെ, കുട്ടികൾ ഇവിടെ ഇരുന്ന് കളിച്ചോളും. അപ്പോൾ വേറെ എങ്ങോട്ടും പൂവില്ലല്ലോ, കുട്ടികൾക്ക് കുട്ടികളെ കൂട്ടിന് കിട്ടിയാൽ പിന്നെ അവരവിടെ ഇരുന്ന് കളിച്ചോളും. നന്നായി യശോദ, ആയിക്കോട്ടെ, എല്ലാവരെയും നിർത്തിക്കോളൂ, ആരോടും അപ്രിയം പറയണ്ട നന്ദഗോപുര. അപ്പോൾ യശോദമ്മ പറഞ്ഞു, ആ പുറത്തേക്കുള്ള ഗോപുരം അങ്ങോട്ട് അടച്ചോളൂ, ഇനി ആരെങ്കിലും അതിൻ്റെ ഇടയിൽ പുറത്തേക്ക് പോയാൽ അറിയും കൂടി ഇല്ല, അപ്പോൾ ആ ഗോപുരം അങ്ങോട്ട് അടച്ചോളൂ എന്ന് പറയും. അപ്പം ഭഗവാനും വിചാരിച്ചു, എന്നെ അവിടെ ഉള്ളിലാക്കി അടച്ച് രക്ഷിക്കാൻ പോവാ, എന്നാ കളി പുറത്ത് എന്ന് ഭഗവാനും വിചാരിച്ചു. എപ്പോഴാ ഇത് മനസ്സിലാവണത്? അതാണ് വത്സാൻ മുഞ്ചൻ ക്വചിത സമയേ ക്രോശസഞ്ജാതഹാസം സ്ഥേയം സ്വാദ്വത്യധധിപയ കൽപ്പിതൈസ്തേയയോഗൈ മർക്കാൻ ഭോക്ഷ്യൻ വിഭജതി സചൈംനാത്തിഭാണ്ഡം ഭിനത്തി ദ്രവ്യാലാഭേ സഗൃഹകുപിതോ യാത്യുപക്രോശ്യതോ കാൻ. എന്താ പിന്നെ ഭഗവാന്റെ അതിമധുരം മധുരം ആയിട്ടുള്ള വികൃതികളാണ് ഓരോരുത്തർക്കും പ്രസാദം. ഇങ്ങനെ ആനന്ദിപ്പിക്കുക എന്നുള്ളത് വേറെ ആർക്കും സാധിക്കില്ല. അതാണ് ഭഗവാന്റെ ബാലലീലകളുടെ ഒരു പ്രത്യേകത. ഗോപസ്ത്രീകൾ വന്നിട്ടേ യശോദമ്മയെ കാണാൻ വന്നിരിക്കുക. അപ്പോൾ മടിയിൽ ഭഗവാനെ ഇരിക്കുന്നുണ്ട്. ഉണ്ണിയെ മടിയിൽ വെച്ച് ലാളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഗോപസ്ത്രീകൾ വന്നിട്ടുണ്ട്. യശോദമ്മ ചോദിച്ചു, എന്താ വിശേഷം? വിശേഷമൊക്കെ ഉണ്ടോ നല്ലോണം? നമ്മൾ പാടാറില്ലേ കൈകൊട്ടിക്കളി, എങ്ങനെ സഹിക്കും യശോദേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പാടാറുണ്ടല്ലേ, തായേ യശോദ എന്ന് പറഞ്ഞിട്ട് ഡാൻസിൻ്റെ പാട്ട്. എല്ലാറ്റിനും ഭഗവാന്റെ ബാലലീലകളാണ് നമ്മൾ കാണുള്ളൂ. എല്ലാവർക്കും എല്ലാറ്റിനും പറയാനും പാടാനും കളിക്കാനും ആസ്വദിക്കാനും ഒക്കെ നല്ലത് ഉള്ളത് ഭഗവാന്റെ ബാലലീലകളെക്കുറിച്ചുള്ള പാട്ടുകളാണ്. അവരെന്താ പറയണത്? ഇന്ന് രാവിലെ അങ്ങോട്ട് വന്നിട്ടുണ്ടല്ലോ, പശുക്കളെയൊക്കെ അഴിച്ച് പുറത്തേക്ക് അങ്ങോട്ട് വിട്ടു, ഒപ്പം പശുക്കുട്ടികളെയും. ഞങ്ങൾ പശുവിനെ കറക്കാൻ വന്നപ്പോഴേ എല്ലാവരും ഉണ്ട് പാടത്ത് തിന്നും കൊണ്ട് നിൽക്കണു. പശുക്കുട്ടികൾ കുടിച്ച് അവരും ഉണ്ട് ഒരു ഭാഗത്ത് കിടക്കണു. യശോദേ, ഒരു തുള്ളി പാല് കിട്ടിയിട്ടില്ല. ഇന്ന് മാത്രമല്ല, കുറച്ച് ദിവസമായി ഇങ്ങനെ തുടങ്ങിയിട്ട്. ഒരാൾ വേറൊരു ഗോപിക്ക് ഇത് പറയണേട്ടപ്പോൾ ദേഷ്യം വന്നു. ആ സ്ത്രീ പുറത്തു കൊണ്ട് പറഞ്ഞു, നിനക്ക് പാല് കിട്ടിയില്ല, അത്രയല്ലേ ഉള്ളൂ. എൻ്റെ വീട്ടിൽ വന്നിട്ട് ചെയ്തത് എന്താണെന്നറിയോ? അവിടെ വന്നിട്ടേ എന്നാ വരുമ്പോൾ കൃഷ്ണൻ വന്നാൽ ഞങ്ങൾ ചോദിക്കും, ഉണ്ണി പാല് വേണോ? ആദ്യമൊക്കെ വലിയ സന്തോഷമാണ്, പാല് കൊടുത്താൽ നല്ല ഇഷ്ടമാണ്, പാല് കുടിക്കും. ഒപ്പം ഒരു സംഘം ഉണ്ടാവും. ഞങ്ങളതൊന്നും നോക്കാറില്ല യശോദേ, എല്ലാവർക്കും പാല് കൊടുക്കും, വെണ്ണ കൊടുക്കും. 4 ദിവസം കഴിഞ്ഞില്ലേ ആളങ്ങോട്ട് വലുതായി. പിന്നെ ഞങ്ങൾ കൊടുക്കണ പാലും വെണ്ണയൊന്നും വേണ്ട. എന്താ കാരണം എന്നറിയോ? കാട്ട് തിന്നണം യശോദേ, അതിനാസ്വാദ് എന്ന് എൻ്റെ മകൻ മനസ്സിലാക്കിയിരിക്കണു. അതുകൊണ്ട് എന്തായി, ഞങ്ങൾ ചോദിക്കുമ്പോൾ വേണ്ടാന്ന് പറയും. എന്നിട്ട് ഞങ്ങളങ്ങോട്ട് പോയാൽ കട്ട് തിന്നും. അപ്പം യശോദമ്മ പറഞ്ഞു, കുട്ടികളല്ലേ, അതിനൊരു കാര്യം ചെയ്താൽ മതി, നിങ്ങൾ മച്ചിൽ വെച്ച് അടയ്ക്കൂ. അപ്പം പിന്നെ കൃഷ്ണൻ തുറക്കില്ലല്ലോ, വാതിൽ തുറക്കില്ല. മുട്ടുകുത്തി മണിമണ്ഡനസ്വനമുയർന്നിടാതെ അതിസാഹസപ്പെട്ടിഴഞ്ഞു കഥ കൊച്ചയറ്റ വിധമായി തുറന്നു ചരിതാർത്ഥനായി
പെട്ടി തൻ മുകളിലെത്തി നിന്നുറിയിൽ വെച്ച വെണ്ണ മലർവായ്ക്കകത്തിട്ടു കട്ടുപുലരുന്ന തസ്കര കലാവിശാരദനു കൈതൊഴാം. എന്താ നിൻ്റെ ഉണ്ണിയുടെ ഒരു സാമർഥ്യം എന്നാ വിചാരിച്ചിരിക്കണത്? യശോദ അങ്ങോട്ട് പറയാൻ വിചാരിക്കുമ്പോഴേക്ക് ഗോപസ്ത്രീകൾ അങ്ങോട്ട് മറുപടി പറയും. നീ ഇപ്പം എന്താ പറയാൻ പുറപ്പെട്ടത്? കൃഷ്ണ അങ്ങനെ വന്ന് എടുക്കണ്ടെന്നുണ്ടെങ്കിൽ ഉറിയിൽ കെട്ടിത്തൂക്കാനല്ലേ പറഞ്ഞത്? സകല വിദ്യകളും ഞങ്ങൾ നോക്കിയിരിക്കണു. മച്ചിൽ വെച്ച് അടച്ചാൽ യശോദ അതല്ല അത്ഭുതം. ഞങ്ങൾ ആ മച്ചിൻ്റെ വാതിൽ തുറക്കുമ്പോൾ എന്തൊരു ശബ്ദ! അങ്ങനെയാണല്ലോ, ഈ മച്ചിൻ്റെ വാതിൽ അധികം തുറക്കില്ല. അപ്പോൾ ഭയങ്കര ശബ്ദം, അതിനെ പറയെന്ന് പറഞ്ഞിട്ടൊരു ശബ്ദം അങ്ങോട്ട് ഉണ്ടാവും. ഉണ്ണി തുറക്കുമ്പോൾ ശബ്ദേ ഇല്ല. ഞങ്ങൾ അറിയില്ല കൃഷ്ണൻ ഉള്ളിൽ കിടക്കണത്. ഇരുട്ടത്ത് കൊണ്ടായി വെച്ചതാ. നീ വെളിച്ചാകുമ്പം തന്നെ നല്ല രത്നാഭരണങ്ങളൊക്കെ അണിയിച്ചിട്ടല്ലേ കളിക്കാൻ വിടുന്നത്. അതുകൊണ്ട് ഉണ്ണി അതിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് കയറുമ്പോഴേക്ക് എന്തൊരു പ്രകാശ! ഏത് പാത്രത്തിലാണ് വെണ്ണ, ഏത് പാത്രത്തിലാണ് തൈര്, എല്ലാം കൃഷ്ണനറിയാം. അതല്ലല്ലോ തമാശ. ഒരു ദിവസം ഞങ്ങൾ കണ്ടുപിടിച്ചു, ഞങ്ങൾ കാത്തു നിന്നു യശോദേ. കൃഷ്ണൻ അതിൻ്റെ ഉള്ളിൽ കിടന്ന് വെണ്ണക്കലത്തിൽ കൈയിട്ട് വെണ്ണ വരണ സമയത്ത് ഞങ്ങൾ പിടിച്ചു. ആരാ ഉണ്ണി? പറഞ്ഞു കസ്ത്വം ബാല. ആരാ നീയ് ചോദിച്ചു. പറഞ്ഞു ബലാനുജ. എന്താ ഒരു ഗൗരവം? ഞാൻ ബലൻ്റെ അനുജനാണ് എന്നാണ്. ചില്ലറക്കാരൻ്റെ അനുജനൊന്നുമല്ല, ബലരാമൻ്റെ അനുജന, നല്ല പരമശക്തൻ്റെ. ശരി, എന്തിനാ ഇവിടെ വന്നത്? കാര്യമൊക്കെ ശരി, നീ ബലാനുജൻ തന്നെയാണ്. ഇവിടെ വന്നത് എന്തിനാന്നാ ചോദിച്ചത്. ഗോപസ്ത്രീ വിട്ടില്ല. മന്മന്ദിരാശങ്കയാ. ഞാനിത് എൻ്റെ വീടാച്ചിട്ടാണ് വന്നതാ. ഓ, അങ്ങനെയും വരാം. ഈ വെണ്ണക്കലത്തിൽ കൈയിട്ടത് എന്തിനു വേണ്ടിയിട്ടാ? അത് പറയാം. എൻ്റെ വീട്ടിൽ ഒരു പശുക്കുട്ടിയെ കാണുന്നില്ല. ആ പശുക്കുട്ടിയെ തപ്പിയതാ. പശുക്കുട്ടിയെ വെണ്ണക്കലത്തിലാ തപ്പുക. അമ്മ പറയാറുണ്ട്, കുന്തം പോയാൽ കുടത്തിലും തിരയണം എന്ന് പറയാറുണ്ട്. അതുകൊണ്ട് ഈ കുടത്തിലുണ്ടോ എന്ന് നോക്കിയതാണ്, വേറെ ഒന്നുമില്ല. എൻ്റെ കയ്യിലൊക്കെ ധാരാളം വെണ്ണയായി. എന്നാൽ ഇനി ഇതെനിക്ക് തിന്നാലോ എന്ന് പറഞ്ഞാൽ എന്താ യശോദേ ഞാൻ പറയുക? കഴിക്കണ്ടെന്ന് പറയാൻ പറ്റുമോ? ഉണ്ണി എന്ത് പറഞ്ഞാലും അതിനൊരു മറുപടി പറയാൻ നമുക്കുണ്ടാവില്ല. അത്ര മിടുക്കനാണ്. ഇങ്ങനെയാണ് ഓരോ തരം കളികളും. എന്തെടുത്ത് വെച്ചാലും എങ്ങനെ മുകളിൽ കെട്ടി തൂക്കിയാലും ഞങ്ങൾ മുകളിൽ കെട്ടി തൂക്കും. അപ്പം എന്താ ചെയ്യുക? പീഠനിഷന്ന ബാലകകളെ. അപ്പം തീർച്ചയായില്ലേ എന്താ? അവർ ഒളിഞ്ഞു നിന്ന് ഇതൊക്കെ കണ്ട് രസിച്ച് ആനന്ദിക്കുക ഗോപസ്ത്രീകൾ. അല്ലെങ്കിൽ ഇത്ര രസമായിട്ട് വന്ന് പറയാൻ പറ്റുമോ? ഓരോന്നും കൃത്യമായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ അവർക്കുള്ളിൽ ദേഷ്യവും ഇല്ല, സങ്കടവും ഇല്ല, ദുഃഖവും ഇല്ല, ഒന്നുമില്ല. അവർക്ക് ആനന്ദം മാത്രം. അതാണ് അവർ പറയാണ്. ആദ്യം ഒരു സ്റ്റൂള് കൊണ്ടുവന്ന് വയ്ക്കും. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ കയറിയപ്പോൾ മുകളിൽ തൂക്കിയ ഉറിയിൽ വെച്ച സാധനം എടുക്കാൻ പറ്റുമോ? അപ്പോൾ അതിൻ്റെ മീതെ ഒരു ഗോപനെ ഇരുത്തും. എന്നിട്ട് ആ ഗോപൻ്റെ കഴുത്ത് കയറി ഭഗവാൻ നിൽക്കും, വേറൊരാളെ കയറ്റില്ല. ഭഗവാൻ അതിൻ്റെ മുകളിൽ കയറിയ പാവം നീളമില്ല. ഈരേഴുലകുമാളന്നവൻ താൻ. ചെറുശ്ശേരി പറയുന്നുണ്ട്, സ്നാനത്തിനായിട്ടു മാതാവു പോകുന്ന കാലത്തെ പാർത്തു നിന്നോരു നാൾ. എന്താ അവൻ്റെ സൂത്രം എന്നറിയോ? ഞങ്ങൾ കുളിക്കാൻ പോണ സമയം കാത്തു നിൽക്കും, നോക്കി നിൽക്കും. എന്നിട്ടുള്ള പരിപാടിയാണിത്. എന്നിട്ട് അതിൻ്റെ മുകളിൽ കൃഷ്ണൻ കയറി നീളമില്ല. എന്തു ചെയ്യും? പക്ഷേ ഞങ്ങൾ വേറൊരു കാര്യം ചെയ്തിരുന്നു. ആ ഉറിയിമ്മിൽ കടകോല് വെച്ചിരുന്നു. അപ്പോൾ ആ കടകോല് അങ്ങോട്ട് എടുത്തിട്ട് അതിൻ്റെ മൂടോണ്ട് ഒരു കുത്തങ്ങോട്ട് കൊടുക്കും. നല്ല പാകം, സുഖമായിട്ട് ഒഴുകി വരും പാല്. എന്നാൽ അതല്ലല്ലോ തമാശ. ഞങ്ങൾ കൃഷ്ണൻ ഇങ്ങനെയുള്ള സൂത്രങ്ങളൊക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ താഴത്തെ കലത്തിൽ പച്ചവെള്ളം വയ്ക്കും യശോദേ. എന്നാ കൃഷ്ണൻ്റെ ഒരു സാമർഥ്യമോ! അതിൻ്റെ ചോട്ട് പോയി നിന്നിട്ടേ മുകളിലേക്ക് നോക്കിയിട്ട് ഒറ്റ വാസനിക്കലാ. ആ വാസനയിൽ അറിയാം ഏതിലാ പാല്, ഏതിലാ തൈര്, ഏതിലാ വെണ്ണ. പച്ചവെള്ളം വെച്ച പാത്രം ഇന്നേ വരെ കൃഷ്ണൻ ചീത്തയാക്കിയിട്ടില്ല. എന്നിട്ടോ പാല് കുടിക്കും. അതല്ലല്ലോ തമാശ. ഈ പാലൊഴുകി വരുമ്പോൾ പാത്രമൊന്നും വേണ്ട കുടിക്കാൻ കൃഷ്ണന്. ഈ കൈക്കുമ്പിൾ കൂട്ടിയിട്ട് അതിലാ പാല് കുടിക്കുക. അപ്പോൾ ഈ പാല് കുഞ്ഞി കൈയല്ലേ, വേഗം നിറയും, ധാരാളം ചോട്ടിലേക്ക് ഒഴുകും. അപ്പോൾ ഗോപന്മാർ മാത്രമല്ല, ഒപ്പം ധാരാളം പൂച്ചക്കുട്ടികളുണ്ടാവും, കുരങ്ങന്മാരുണ്ടാവും. എല്ലാവർക്കും പരമസുഖ, ഇഷ്ടം പോലെ പാല്. ഞാൻ ഒരു ദിവസം എന്ത് ചെയ്തു എന്നറിയോ?
ഒരു ദിവസം ഞാൻ ചെന്നിട്ട് ഉണ്ണിയെ കെട്ടി ഇങ്ങോട്ട് പിടിച്ചു, കയ്യോടെ നണക്ക് കൊണ്ട് തരാൻ വേണ്ടിയിട്ട്. കൃഷ്ണൻ ഒട്ടും പിടിച്ചില്ല. യശോദേ എൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ മുറ നോക്കി, വായയിൽ നിറച്ചും പാലാ. ഞാനും നോക്കി കൃഷ്ണൻ്റെ മുഖത്തേക്ക്. ഞാൻ കൃഷ്ണൻ്റെ മുഖത്തേക്ക് അങ്ങനെ ചുണ്ടിയെടുത്ത് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴേ പതുക്കനെ ഒരു വിരൽ ഈ ചുണ്ടത്ത് വെച്ചും കൊണ്ട് ഒരൊറ്റ തുപ്പ്. നമ്മൾ തുപ്പ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ശക്തി കൂടും. ഭഗവാൻ എങ്ങനെയാണ് തുപ്പിയത്? 2 ഭാഗത്തു കൂടി കൃത്യം 2 കണ്ണിലേക്ക് പാലോണ്ട് ധാര. യശോദമ്മ ചോദിച്ചു, വല്ലും പറ്റിയോ കണ്ണിന്? പറ്റിയില്ലോ. ആ ഗോപസ്ത്രീ പറയുക, എൻ്റെ കണ്ണിന് ഭയങ്കര വേദന ഉണ്ടായിരുന്നു, പാലോണ്ട് ധാര കഴിഞ്ഞപ്പോൾ കണ്ണിൻ്റെ അസുഖം മാറി. പിന്നെ എങ്ങനെയാണ് അവർ ദുഃഖം പറയുക? അവരെങ്ങനെയാണ് വിഷമം പറയുക? ഭട്ടതിരിപ്പാടോടെ ശ്രീ ഗുരുവായൂരപ്പൻ നാരായണീയത്തിലുണ്ട്, ചോദിച്ചു എന്നാണ്. ഭട്ടേരി, ഇതൊക്കെ കുറേ അധികമല്ലേ? സ്വന്തം മക്കൾ തന്നെ അധികം വികൃതി കാണിക്കാൻ തുടങ്ങിയ നിനക്ക് വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ പിടിച്ചടിക്കും. ഇത് സ്വന്തം മകനല്ല, വേറെ ഒരു കുട്ടി വന്നിട്ട്, അതും വേറെ ധാരാളം കുട്ടികളോടുകൂടി വന്നിട്ട് ഇങ്ങനെ ചെയ്താൽ ആർക്കെങ്കിലും ഇത് സഹിക്കാൻ പറ്റുമോ ഭട്ടതിരി? ഇതൊക്കെ കഥ പറയുമ്പോൾ എന്തും പറയാമെന്ന് വിചാരിച്ച് പറയണതാണോ ചോദിച്ചപ്പോൾ പറയുകയാണ്, അല്ല ഗുരുവായൂരപ്പ, ഇത് പരമസത്യമാണ്. അതെങ്ങനെയാ ഭട്ടതിരി സത്യാവണത്? ഹൃദയമഭിമുഷിത്വ ഹർഷസിന്ധൗ ന്യഥാസ്ത്വം സമമ സമയരോഗാൻ വായുഗേഹാധിനാഥ. ഭട്ടതിരിപ്പാട്, ഗുരുവായൂരപ്പ, ഇതിനൊക്കെ എത്ര നല്ല നല്ല സൂത്രങ്ങൾ അവിടുത്തെ കയ്യിലുണ്ട്. അവർക്ക് ദുഃഖം വരാൻ പാടില്ല. അതിനവിടുന്ന് എന്താ ചെയ്തത്? അവരുടെ പാലും വെണ്ണയൊന്നും അല്ല അവിടുന്ന് കട്ടെടുത്തിരുന്നത്. പാവം ഗോപസ്ത്രീകൾ അവരത് അറിഞ്ഞിട്ടില്ല. ഇനി കുറച്ച് കഴിഞ്ഞാൽ പറയും, ഞങ്ങളുടെ ഹൃദയമല്ലേ കൃഷ്ണൻ കട്ടുകൊണ്ട് പോയത് എന്ന് ചോദിക്കാം. അതിങ്ങോട്ട് തരൂ എന്ന് അവർ ധൈര്യമായിട്ട് പറയും ഭഗവാനോട്. ഇപ്പം അവർക്കത് മനസ്സിലായിട്ടില്ല. ഇപ്പം ഭഗവാൻ അതുകൊണ്ട് വെണ്ണയും പാലും കക്കുക എന്ന് അവർക്ക് വിചാരിച്ചിട്ടുള്ളൂ. എന്താ കട്ടെടുത്തിരിക്കണത്? വെണ്ണയും പാലും എടുക്കണതിൻ്റെ മുമ്പേ അതിൽ കൂടി ഹൃദയമഭിമുഷിത്വ, ആ ഹൃദയം എടുത്തിട്ട്. പക്ഷെ എന്നിട്ടും അവർക്ക് അതിൻ്റെ ഒരു വിഷമം തോന്നാൻ നിർത്തിയില്ല. ആനന്ദമാണ്. എന്താ? അമൃത സമുദ്രത്തിലാണ് ഹൃദയമഭിമുഷിത്വ ഹരുഷസിന്ധവും. ആനന്ദ സമുദ്രത്തിലാണ് കൊണ്ടുപോയി താത്തി വെച്ചിരിക്കണത്. പിന്നെ അവർക്ക് പരിഭവം ഉണ്ടാവുമോ? അവർക്ക് ദുഃഖമില്ല, പരിഭവമില്ല, യാതൊന്നുമില്ല, പരമാനന്ദം മാത്രം. ഇവിടെ വന്ന് യശോദയോട് ഈ വക പരിഭവമൊക്കെ പറഞ്ഞാൽ പോവാൻ പുറപ്പെടുമ്പോൾ പറയും, യശോദ പറയും, ഞാൻ നിങ്ങൾക്ക് സ്വർണ്ണപാത്രം തരാം, അത് തരാം, ഇത് തരാം എന്നൊക്കെ യശോദമ്മ പറയും. അവസാനം അവർ പോവാൻ പുറപ്പെടുമ്പോൾ എന്താ പറയുക യശോദയോട്? യശോദേ, ഉണ്ണിയെ ശകാരിക്കൊന്നും വേണ്ട കേട്ടോ. എന്താ കാരണം? നാളെ മുതൽ ഭഗവാൻ വരാണ്ടായാൽ ആവോ, പിന്നെ അവർക്കത് സഹിക്കാൻ പറ്റുമോ? പറയും, ഞങ്ങൾ പറഞ്ഞു എന്നേ ഉള്ളൂ, ഉണ്ണിയെ ശകാരിക്കൊന്നും വേണ്ട കേട്ടോ എന്നാണ് ഒട്ടൂർ ഉണ്ണി നമ്പൂതിരിപ്പാട് പറയൂ അത്രേ. യശോദമ്മ എങ്ങനെയാ അത്രേ ഉണ്ണിയെ ശകാരിക്കുക? ഉണ്ണി, ഗോപസ്ത്രീകൾ പറയണതൊക്കെ ശരിയാണോ? എന്നാൽ ഞാനുണ്ടല്ലോ എന്നങ്ങോട്ട് പറയുമ്പോഴേക്കും ഉണ്ണി ചുണ്ട് പുളുത്തും. പാവം യശോദ ഒന്ന് ആ ശബ്ദം ഒന്ന് കനപ്പിച്ച് പറയുമ്പോഴേക്ക് അപ്പം ചെവിയിൽ പറയൂ അത്രേ, വായയിൽ ഞാൻ കൽക്കണ്ടവും മുന്തിരിയൊക്കെ ധാരാളം അങ്ങോട്ട് തരും എന്ന് പറയൂ അത്രേ യശോദ. അപ്പോൾ ഒരു ചിരി ഉണ്ട് എന്നാണ്. ഇങ്ങനെയാണ് യശോദയുടെ ആ പുത്രവാത്സല്യം. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ആ നല്ല നല്ല ഇതേ സമയത്ത് യശോദയ്ക്ക് അത്ഭുതം അതാണ്. ഇങ്ങനെയൊക്കെ കാണിക്കുമോ ഉണ്ണി? ഇതൊക്കെ ഉണ്ണിക്ക് ഇങ്ങനെയൊക്കെ കാണിക്കാൻ അറിയുമോ? അതാണ് ഇതിന് വേണ്ടിയിട്ട് ഓരോരുത്തരുടെ അടുത്ത് ചെന്നിട്ടും എന്തൊക്കെ വികൃതി. ഭഗവാൻ എന്തിനു വേണ്ടിയിട്ടാണ്? കുറച്ച് പാലിന്, കുറച്ച് വെണ്ണയ്ക്ക് ഒക്കെ വേണ്ടിയിട്ടല്ലേ. അവരെന്താ പറയുക? ഉണ്ണി ഒരു നൃത്തം വയ്ക്കൂ, ഞങ്ങൾ പാല് തരാം, വെണ്ണ തരാം എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് വേണ്ടിയിട്ട് ഭഗവാൻ പാട്ട് പാടുകയായി, നൃത്തം വയ്ക്കുകയായി. എന്തിനു വേണ്ടിയിട്ടാണ്? പാല് തരാം.
അതാണ് എന്താ, ഉണ്ണിക്ക ആകണ്ഠമേകാം നറുമധു പൊളിയല്ലെന്നു മാതാവുരച്ചാൽ തിണ്ണം ചാടാൻ തുടങ്ങും കൊതിയുടെ നിധി ശാപ്പാട്ടുരാമൻ സഹായം എന്നാണ്. ഉണ്ണി എന്താ, ഒരു കുറി ഒരു കൊച്ചുമ്മയമ്മയ്ക്കു തന്നാൽ ഇവരെടുത്തുകൊണ്ടുപോകും അവരവരുടെ വീട്ടിലേക്ക്. അതിൻ്റെ ഇടയിൽ പറയും, ഉണ്ണി ഒരു പാട്ട് പാടൂ. പാട്ട് പാടിയാൽ എന്താ തരിക? പാല് തരാം. അപ്പോൾ പാട്ട് പാടും. ഒരു കുറി ഒരു കൊച്ചുമ്മയമ്മയ്ക്കു തന്നാൽ ഒരു ഉമ്മ തരൂ അമ്മയ്ക്ക്, എനിക്ക് എന്താ തരിക? ധാരാളം തേൻ തരാം. ഇങ്ങനെ നോക്കൂ ഭഗവാൻ തൻ്റെ ഭക്തന്മാരെ എത്ര രസമായിട്ടാണ് ആനന്ദിപ്പിച്ചിരുന്നത് എന്ന് ഇവിടെ കാണിക്കുക. പോരാ, യശോദമ്മയ്ക്ക് നല്ലൊരു സമ്മാനം കൊടുത്തു. എന്താ അത്? ഇടയ്ക്കിടയ്ക്ക് പറയും, ഇങ്ങനെയൊക്കെ ആണെങ്കിലും അമ്മയ്ക്ക് എന്നെ അറിയണ്ടേ. കുട്ടികളൊക്കെ ചെന്ന് പറഞ്ഞു, എന്ത്, ഇതാ കൃഷ്ണൻ മണ്ണ് തിന്നു എന്ന് പറഞ്ഞു. മണ്ണ് തിന്നു എന്ന് പറഞ്ഞിട്ട്, എന്നാ ഉണ്ണി വായ നോക്കട്ടെ. ഏട്ടനും ബലരാമനോട് ചോദിച്ചു യശോദമ്മ, രാമ ഉണ്ണി മണ്ണ് തിന്നുവോ? ഭട്ടതിരിപ്പാട് പറയുന്നുണ്ട്, ഫലസഞ്ചയ വഞ്ചനകൃത. എന്താ അത്ര കാരണം? ഈ ഞാവലും പഴം ഇങ്ങനെ പറിച്ചിടുക. അപ്പോൾ പറിച്ചിടാൻ വലിയ ഗോപനാണ് മരത്തുമ്മ കയറിയിട്ട്. ഇതൊക്കെ പെറുക്കി സൂക്ഷിക്കണത് ഭഗവാനാണ്. ഈ വെറുതെ എങ്ങനെ പെറുക്കി സൂക്ഷിക്കാൻ പറ്റുമോ? ഓരോന്ന് അതിൻ്റെ ഇടയിൽ വായയിലിടും. അപ്പോൾ ഇറങ്ങി നോക്കുമ്പം പഴം മുഴുവൻ കാണില്ല. ഗോപൻ ചോദിച്ചു, ഞാൻ ധാരാളം പഴം പറിച്ചിട്ടതാണല്ലോ, കൃഷ്ണ പഴമൊക്കെ എവിടെയാണ് പോയാൽ? അതൊന്നും എനിക്കറിയില്ല, ഞാനതൊക്കെ അവിടെ പെറുക്കി വെച്ചിട്ടുണ്ട് എന്നാണ്. എന്നാൽ ശരി, ഞാൻ അപ്പം കാണിച്ചു തരാം. യശോദമ്മോട് ചെന്ന് പറഞ്ഞു, ഉണ്ണി ഇതാ മണ്ണ് തിന്നണു എന്ന് പറഞ്ഞു എന്നാണ്. പിന്നാലെ പാവം പോയി. എല്ലാവരും യശോദമ്മയുടെ അടുത്ത് പോയി, ഏട്ടനും പോയി. പിന്നെ ഭഗവാൻ ഒറ്റയ്ക്ക് അവിടെ നിൽക്കാൻ വയ്യല്ലോ. യശോദമ്മയുടെ അടുത്ത് ചെന്നപ്പോൾ, രാമ കൃഷ്ണ വായ നോക്കട്ടെ. രാമ കൃഷ്ണ മണ്ണ് തിന്നുവോ ചോദിച്ചപ്പോൾ, എന്താ അപ്പം പറയുക? തിന്നു എന്ന് പറയണോ തിന്നില്ല എന്ന് പറയണോ? അങ്ങനെ ഉണ്ടല്ലോ ചില കുട്ടികളോട് നമ്മൾ ചോദിച്ചാൽ അവർ തലയാട്ടണുണ്ട, ഉവ്വ എന്നാണോ ഇല്ല എന്നാണോ പറയണത് സംശയവും. അങ്ങനെ അവരുടെ തലയാട്ടൽ. ഇതുപോലെ ആ രാമൻ്റെ രാമനും കൂടിയും പറഞ്ഞു, ഉണ്ണി മണ്ണ് തിന്നു എന്ന്, വായ നോക്കട്ടെ. ഈശ്വര, എന്താന്ന് കണ്ടൊരു വൈചിത്രം. കാണാത്ത ഒരു രംഗമില്ല ഈ ലോകത്തിൽ. എന്തൊക്കെ മനോഹാരിത ഉണ്ടോ! ഈ പ്രപഞ്ചത്തിൻ്റെ മനോഹാരിത, അത്ഭുതം മുഴുവൻ അമ്മയ്ക്ക് അങ്ങനെ കാണിച്ചു കൊടുത്തു. യശോദമ്മയ്ക്ക് മോഹാലസ്യം വന്നു. ഈശ്വര, ആരായി ഉണ്ണി എന്ന് തോന്നി എന്നാണ്. ഇതൊക്കെ കേട്ടപ്പോൾ പരീക്ഷിത്ത് ചോദിച്ചു, എന്താ ഇവർ ചെയ്ത തപസ്? എന്നെ തപം ചെയ്ത നീ? യശോദ പറയണില്ലേ, എന്ത് തപസ്സാ ചെയ്ത് ഈ ഉണ്ണി എങ്ങനെ ലാളിക്കാൻ? ഉണ്ണി വന്നിട്ട് എന്താ പറയുക, അമ്മേ അമ്മിഞ്ഞ് തരുമോ അമ്മേ, എന്നെ എടുക്കുമോ അമ്മേ, എന്നെ കുളിപ്പിക്കുമോ അമ്മേ എന്നൊക്കെ പറഞ്ഞ് വന്ന അമ്മയെ കെട്ടിപ്പിടിക്കുക, ഉമ്മ വയ്ക്കുക ഒക്കെ ചെയ്യുമ്പോൾ ആ തരത്തിലൊക്കെ ഉണ്ണിയെ ലാളിക്കാനും ഓമനിക്കാനും വേണ്ടതായിട്ടുള്ള എല്ലാ സുഖങ്ങളും ഭഗവാൻ നമുക്ക് സുഖം തരണു. നമ്മൾ ആ ഭഗവാനോട് സുഖത്തിന് പ്രാർത്ഥിക്കുക. യശോദമ്മ എന്താ ചെയ്യണത്? ഉണ്ണിക്ക് വേണ്ട ലാളനകളെ കൊണ്ട് ഉണ്ണിക്ക് സുഖം കൊടുക്കണു. എന്തൊരു ഭാഗ്യം! ഇനി ഇതിനേക്കാളും വലിയൊരു ഭാഗ്യം കിട്ടാണ്ടോ? കഥ പറഞ്ഞു ഓർക്കണു. എണ്ണ തേച്ചു കുളിപ്പിച്ചും വെണ്ണ പാലിവ നൽകിയും കണ്ണനെ പോറ്റിയോരമ്മയ്ക്ക് എണ്ണി എണ്ണി നമിപ്പു ഞാൻ. സജ്ജനങ്ങൾ നമസ്കരിച്ച് മതിയാവണില്ലേ അവർക്ക്? അപ്പോൾ പറയുകയാണ്, അവർ വരം മേടിച്ച് വെച്ചവരാണ്. അങ്ങനെയാണ് അവർ ഭക്തി വീണ്ടും വീണ്ടും വർദ്ധിക്കാൻ വേണ്ടിയിട്ട് ഭഗവാനെ ലാളിക്കാറാവണേ എന്ന് ബ്രഹ്മാവിനോട് വരം മേടിച്ചതുകൊണ്ടാണ് ഈ തരത്തിലൊക്കെ ഭഗവാൻ അവരെ അനുഗ്രഹിച്ചത്. ഇനി ആർക്കും സാധിക്കാത്തൊരു ഭാഗ്യം കിട്ടിയെന്നാണ്. എന്താ അത്? ഭഗവാനെ പിടിച്ച് കെട്ടൽ. ആ വക കഥകളൊക്കെ അടുത്ത പ്രസംഗത്തിൽ 6:15 വാക്കുകൾ ഭഗവാന്റെ തൃക്കൈയിൽ ഗോപസ്ത്രീകൾ കൊടുത്ത വെണ്ണ പോലെ പാല് പോലെ വാക്കുകൾ ശ്രീ ഗുരുവായൂരപ്പന് സമർപ്പിച്ചുകൊണ്ട് സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.